എല്ലാവർക്കും നമസ്കാരം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ വിജയലക്ഷ്മി ടീച്ചർ അനുസ്മരണ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ, ഈ ഒരു സംഭാഷണം നടത്താൻ ക്ഷണിച്ചതിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിക്കുകയാണ്. അരുന്തേട്ടൻ സൂചിപ്പിച്ച പോലെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയം എന്ന മാധ്യമ സ്ഥാപനം ഏറെ വർഷങ്ങളായിട്ട് വളരെ പല കാര്യങ്ങളിലും കൈകോർത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ഇപ്പോഴും ഞങ്ങൾ പല കാര്യങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ തുടരുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പലരും ദീർഘകാല സുഹൃത്തുക്കളാണ്, അടുപ്പമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരമുണ്ടായതിൽ എല്ലാ സുഹൃത്തുക്കളോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അരവിന്ദാക്ഷേട്ടൻ ഫോണിൽ വിളിച്ചിട്ട് സഫറിങ്സ് ആൻഡ് മീഡിയ എന്ന ഒരു വിഷയത്തിൽ ഒരു സംഭാഷണമുണ്ട്, വരണം എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാനാണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നില്ല. അരവിന്ദാക്ഷേട്ടൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാൻ വരണം എന്നാണ് ഞാൻ കരുതിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഞാൻ തന്നെയാണ് സംസാരിക്കാൻ വരേണ്ടത്, എന്നെ സംസാരിക്കാനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ അരവിന്ദാക്ഷേട്ടൻ്റെ ഒരു ക്ഷണം നിരസിക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ ഒരു ഉദ്യമത്തിന് തയ്യാറായത്. കാരണം അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ കേരളീയത്തിൻ്റെയും ഞങ്ങളുടെയൊക്കെ ദീർഘകാല സുഹൃത്തും വളരെ വളരെ അവധാനതയോടെ തന്നെ കേരളീയത്തെ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ദീർഘകാല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൽ അരവിന്ദാക്ഷേട്ടൻ ഫോണിൽ പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു വാക്ക് സഫറിങ് എന്നുള്ളതായിരുന്നു. യാതന എന്നുള്ള ഒരു വാക്ക് പറയുമ്പോൾ പെട്ടെന്ന് അത് എനിക്ക് ഇമോഷണലിയും പ്രൊഫഷണലിയും വളരെയധികം കണക്ഷനുള്ളൊരു വാക്കാണ്. കാരണം കേരളീയത്തിൻ്റെ ഒരു മാധ്യമ പ്രവർത്തന ശൈലി വളരെ വ്യത്യസ്തമാണ്. ഞങ്ങളുടെ ഒരു മാധ്യമ ഞങ്ങളുടെ സ്ഥാപനത്തിനുള്ളിൽ, അല്ലെങ്കിൽ കേരളീയത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ പ്രവർത്തനങ്ങൾക്കുള്ളിൽ, ഞങ്ങളുടെ അകത്തളങ്ങളിൽ എപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് സഫറിങ് എന്നുള്ളത്. പൊതുവിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് തന്നെയാണ് സഫറിങ് എന്നുള്ളത്. പക്ഷേ കേരളീയത്തെ സംബന്ധിച്ച് അത് കൂടുതൽ പ്രാധാന്യമുള്ളൊരു വാക്കാണ്. ഞാനിപ്പോൾ 19 വർഷമായി കേരളീയത്തിൽ വന്നിട്ട്. ഇത്രയും വർഷവും എപ്പോഴും നിരന്തരം നമ്മൾ കേൾക്കുകയും ആവർത്തിക്കുകയും പലപ്പോഴും നമ്മളുടെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ നിലപാടുകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ ഒക്കെ മനസ്സിൽ കടന്നു വരുന്നൊരു വാക്കാണ് സഫറിങ്. അപ്പോൾ ആ വാക്കാണ് എന്നെ പെട്ടെന്ന് സ്പർശിച്ചത്. കാരണം ആ വാക്കുമായിട്ട് അത്രയധികം എൻഗേജ്മെന്റ് ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ക്ലാസിക്കൽ നിർവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ പൊതുവിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സഫറിങ്, മനുഷ്യ സമൂഹം നേരിടുന്ന പലതരം യാതനകളെ പരിഹരിക്കുക, യാതനകൾക്ക് പരിഹാരം കാണുക, അല്ലെങ്കിൽ യാതനകളെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക, പരിഹാരങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതൊരു ക്ലാസിക്കൽ നിർവചനത്തിൽ അതങ്ങനെ തന്നെയാണ്. എല്ലാ മാധ്യമങ്ങളും മനുഷ്യ സമൂഹം നേരിടുന്ന യാതനകൾക്ക് പരിഹാരങ്ങൾ അന്വേഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അത് കുറച്ചുകൂടി സവിശേഷമായി അതിൽ ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ. അതാണ് കേരളീയത്തിൻ്റെ കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഒരു മുഖ്യ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. മനുഷ്യ സമൂഹം നേരിടുന്ന പലതരത്തിലുള്ള യാതനകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക, അതിൻ്റെ പരിഹാരങ്ങൾ അന്വേഷിക്കുക, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടരുക, ഫോളോ അപ്പ് ചെയ്യുക, അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കൂടുതലായും നടത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി, അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു പ്രധാന കാര്യം, സഫറിങ് എന്നതിൻ്റെ യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് ഒരിക്കലും റിലീഫ് അല്ല, അത് ജസ്റ്റിസ് തന്നെയാണെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഇത്രയും കാലത്തെ ഒരു യാതനകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. റിലീഫ് ഒരിക്കലും യാതനകളെ പരിഹരിക്കുന്നില്ല, നീതിയാണ് പലപ്പോഴും യാതനകളെ പരിഹരിച്ചിട്ടുള്ളത്. ആശ്വാസമല്ല, നീതിയാണ് യാതനകളുടെ പരിഹാരം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് യാതനകൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ജസ്റ്റിസ് എന്നുള്ളത് വളരെ ഇതുപോലെ തന്നെ സഫറിങ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ കേരളീയത്തിൽ നിങ്ങൾക്ക് കാണാം, കേരളീയം എന്നുള്ള തലക്കെട്ടിനൊപ്പം ഇൻഡിപെൻഡന്റ് ഇൻഡെപ്ത് ജേർണലിസം ഫോർ സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ ജസ്റ്റിസ് എന്നൊരു വാചകം അതിനൊപ്പം ഞങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ ജസ്റ്റിസ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നത് യാതനകൾക്ക് പരിഹാരമായി നീതി പുലരുക എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നീതി പുലരുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജസ്റ്റിസ് എന്നുള്ള വാക്ക് അവിടെ
തലക്കെട്ടിനൊപ്പം, കേരളീയം എന്നുള്ള ആ മാസ്റ്റർ ഹെഡിനൊപ്പം ഞങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നു. നീതി പുലരുമ്പോൾ മാത്രമാണ് യാതനകൾ അകന്നു പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നീതിയുടെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഒരു ധാർമ്മിക മൂല്യമുള്ള, സാമൂഹ്യ മൂല്യമുള്ള ഒരു സംഗതിയാണ്. മാധ്യമങ്ങൾ ആവിർഭവിക്കുന്ന കാലത്ത് തന്നെ മാധ്യമങ്ങൾ ആ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ തന്നെ രണ്ട് തരത്തിലുള്ള ജേർണലിസം ഈ മാധ്യമങ്ങൾ ആവിർഭവിച്ച കാലം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. ഒന്നൊരു എത്തിക്കൽ ജേർണലിസം എന്ന് പറയുന്ന നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു ധാർമ്മികമായ പത്രപ്രവർത്തനം. മറ്റൊന്ന് ഒബ്ജക്റ്റീവ് ജേർണലിസം എന്ന് പറയുന്ന പോലെ വാർത്താധിഷ്ഠിതമായ പത്രപ്രവർത്തനം. വാർത്തകൾ, ദിവസവും സംഭവിക്കുന്ന വാർത്തകൾ നമുക്ക് നൽകുക, ദിവസവും സംഭവിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് നമുക്ക് നൽകുക എന്നുള്ളൊരു പ്രവർത്തനവും. മറ്റൊരു വശത്ത് എത്തിക്കൽ ജേർണലിസം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ധാർമ്മികമായ പത്രപ്രവർത്തനവും. എന്ന് വെച്ചാൽ സഫറിങ്സുകൾക്ക് പരിഹാരം കാണുക, മനുഷ്യ സമൂഹം നേരിടുന്ന യാതനകൾക്ക് പരിഹാരം കാണുകയും അന്വേഷിക്കുകയും യാതനകളെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രക്രിയയായി മാധ്യമ പ്രവർത്തനത്തെ കാണുന്ന ഒരു ധാരയും ചരിത്രത്തിലുണ്ട്. മാധ്യമങ്ങളുടെ തുടക്കകാലം മുതലുണ്ട് ഈ രണ്ട് ധാരയുമുണ്ട്. ഒരു ഒബ്ജക്റ്റീവ് ജേർണലിസവും കാണാം, എത്തിക്കൽ ജേർണലിസവും നമുക്ക് കാണാം. ഈ ഇന്ത്യയൊക്കെ സംബന്ധിച്ച്, നമ്മളുടെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു കോളനി രാജ്യമായിരുന്നു. ഒരുപാട് കാലം, നൂറ്റാണ്ടുകളോളം ഒരു കോളനി രാജ്യമായിരുന്നു. സാമ്രാജ്യത്വ വാഴ്ചയ്ക്ക് ഇരയായൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനെതിരെ, കോളനി വാഴ്ചയ്ക്ക് എതിരായുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൂടി വളർന്നു വന്ന ഒരു സംഗതിയാണ് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. മറ്റ് ലോകത്ത് മാധ്യമങ്ങൾ ആവിർഭവിച്ച സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിന്. കാരണം അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനത് കുറച്ചും കൂടെ പിന്നീട് ഒരു ഭാഗത്ത് കുറച്ചും കൂടെ വിശദീകരിക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റീവ് ജേർണലിസം എന്നതിനേക്കാൾ അപ്പുറം ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വത്തിനെതിരായ നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങൾ കൂടുതലും ഉടലെടുത്തത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഈ എത്തിക്കൽ ജേർണലിസം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തനം രൂപപ്പെട്ടു വരുന്നത്. അത് കേവലം ഒരു ഒബ്ജക്റ്റീവ് ജേർണലിസം മാത്രമായിരുന്നില്ല. അത് മാതൃഭൂമിയോ മനോരമയോ പോലും, ഇപ്പോൾ ഇന്ന് ഒബ്ജക്റ്റീവ് ജേർണലിസം മാത്രം പിന്തുടരുന്ന വാർത്താധിഷ്ഠിത മാധ്യമങ്ങൾ പോലും അങ്ങനെ ആയിരുന്നില്ല. അവരെല്ലാം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്തിക്കൽ ജേർണലിസം, അല്ലെങ്കിൽ മനുഷ്യന്റെ യാതനകളൊക്കെ അന്വേഷിക്കുകയും പുറത്തു കൊണ്ടുവരികയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തന ശൈലിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സമൂഹം തന്നെയായിരുന്നു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ആ ഒരു എത്തിക്കൽ ജേർണലിസത്തിന്റെ ഒരു ധാരയാണ് കേരളീയം പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഇപ്പോൾ ശരിക്കും പിന്തുടരുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സഫറിങ് പരിഹരിക്കുന്നതിനായിട്ടുള്ള മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ ആ രീതിയിലാണ് മാധ്യമ പ്രവർത്തനം എമർജ് ചെയ്ത് വന്നതെങ്കിലും അത് പിന്തുടരുന്ന ആ ശൈലിക്ക് പലതരത്തിലുള്ള ശോഷണവും സംഭവിക്കുകയും പല മാധ്യമങ്ങളും അത് പിന്തുടരാതെ പോവുകയും ചെയ്തു എന്ന് നമുക്കറിയാം. വളരെ ചുരുക്കം ചില പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ആ രീതിയിലുള്ള ഒരു എത്തിക്കൽ ജേർണലിസം ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നും ആ പ്രാക്ടീസ് തുടരുന്ന ഒരു സ്ഥാപനത്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതായിരിക്കും ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കുള്ളൊരു അർഹത എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഒരു പാലിയേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് വാക്കുകളുടെ ഒരു അർത്ഥം, പെയിൻ ആൻഡ് സഫറിങ്, അത് ഞാൻ ആ രണ്ട് വാക്കുകളെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കുന്നതെന്ന് കൂടി ഞാൻ പറയാം. പെയിൻ, വേദന എന്നത് ഒരു അനുഭവമാണെന്ന് നമുക്കറിയാം. അതൊരു യാതന, സഫറിങ് ആയി മാറുന്നത് വേദന എന്ന ഒരു അനുഭവത്തെ ഒരു സാമൂഹ്യ അവസ്ഥയായി മാറുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു യാതനയായി മാറുന്നത്. ഇതൊരു സോഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു വേദനയാണ് ശരിക്കും യാതന എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പാലിയേറ്റീവില് സംസാരിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു രോഗാവസ്ഥയിലുള്ള ഒരാൾ ഒരു വേദന അനുഭവിക്കുന്നു. അതേ വേദന അതേ രോഗാവസ്ഥയിലുള്ള മറ്റൊരാളും അനുഭവിക്കുന്നു. പക്ഷേ ഈ വേദന രണ്ടുപേർക്കും യാതനയായി മാറുന്നത് ഒരേ രൂപത്തിലായിരിക്കില്ല. ആ യാതന അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ സാമൂഹ്യ സാഹചര്യങ്ങളായിരിക്കും. ഒരു ആ രോഗം വന്നൊരാളെ വേദന അനുഭവിക്കുന്നു. അയാൾക്ക് ആ രോഗത്തിന് ചികിത്സ തേടാൻ കഴിയും, അയാൾക്ക് വേണ്ട പരിചരണം കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ അദ്ദേഹത്തിന് തേടാൻ കഴിയും. അതിനുള്ള ഒരു സോഷ്യൽ ക്യാപിറ്റൽ അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സമ്പത്തുണ്ട്, ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വേദനയ്ക്ക് പരിഹാരം കാണാം, രോഗം മാറിയേക്കാം, അല്ലെങ്കിൽ ആശ്വാസം കിട്ടിയേക്കാം എന്നുള്ളൊരു പ്രത്യാശ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതേ രോഗവും അതേ വേദനയും ഉള്ള മറ്റൊരാൾക്ക് ഇത്തരത്തിൽ അത്തരത്തിലുള്ള പരിരക്ഷകൾ കിട്ടാതെ പോകുന്നു, ചികിത്സ കിട്ടാതെ പോകുന്നു, അതിനുള്ള സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ അയാൾക്ക് ഇല്ലാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ആ വേദന മാറുന്നതുമില്ല,
ആ വേദന ഒരു സാമൂഹികമായ യാതനയായി മാറുകയും ചെയ്യുന്നുണ്ട്. സോഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിനാണ് ശരിക്കും യാതന എന്ന് പറയുന്നത്. അതിനകത്ത് വേദന ഒരു പെയിൻ, ഒരു സഫറിംഗ് ആയി മാറുന്നതിനകത്ത് സാമൂഹ്യ സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പൊ ഈ ഒരേ വേദന അനുഭവിക്കുന്ന രണ്ട് രോഗികൾ രണ്ട് തരത്തിൽ പരിചരിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് നമുക്കറിയാം. അവിടെയാണ് യാതനയ്ക്ക് വലിയ പ്രാധാന്യം വരുന്നത്. കാരണം എല്ലാവരുടെയും വേദനകൾ ഒരേ രീതിയിൽ ഈ സമൂഹത്തിൽ പരിചരിക്കപ്പെടുന്നില്ല. എല്ലാവരുടെയും വേദനകൾക്ക് ഒരേ രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള സാമൂഹ്യ ഘടനകൾ നിലനിൽക്കുന്നില്ല. വളരെ വിവേചനപരമായിട്ടുള്ള സാമൂഹ്യ ഘടനകളാണ് നിലനിൽക്കുന്നത്. വേദനകളെ യാതനകളാക്കി മാറ്റുന്ന സാമൂഹ്യ ഘടനകളാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മളൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നതും ഈ വേദനകൾ യാതനകളായി മാറ്റുന്ന സാമൂഹ്യ ഘടനകളെ മാറ്റി തീർക്കാൻ നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നതും. പാലിയേറ്റീവ് സൊസൈറ്റിക്ക് അത്തരം പ്രവർത്തനങ്ങളാണ് ശരിക്കും നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പരിരക്ഷകൾ ലഭിക്കാത്ത മനുഷ്യർക്ക് വേണ്ടിയുള്ള വേദനകൾ യാതനകളായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് വ്യാപൃതമാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വേദനകളെ യാതനകളാക്കി മാറ്റുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ കുറയ്ക്കുക, അല്ലെങ്കിൽ ആ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് പരിഹാരം കാണുക എന്നൊരു ഇടപെടലുണ്ട്. ഇത് മാധ്യമങ്ങളുടെയും ഒരു ദൗത്യമായിരുന്നു. ഈ വേദനകൾ യാതനകളായി മാറുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയും തുറന്നു കാണിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു ദൗത്യമായിരുന്നു. അതൊരു മാധ്യമങ്ങളുടെ ഒരു സാമൂഹ്യ ദൗത്യമായി അത് മാറുകയും ചെയ്യുന്നുണ്ട്. സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും അങ്ങനെയുള്ള ഒരു സമ്മർദ്ദം മാധ്യമങ്ങൾക്ക് ഒരു കാലത്ത് ഉണ്ടാകുന്നുണ്ട്. മാധ്യമങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു സമയത്ത് മാധ്യമങ്ങൾ ആ ദൗത്യം കൈയൊഴിയുന്നുമുണ്ട്. അപ്പോൾ ആ ദൗത്യം എങ്ങനെയാണ് മാധ്യമങ്ങൾ നിർവഹിച്ചത്, അതെങ്ങനെയാണ് ഒരു കാലത്ത് ആ ദൗത്യം എങ്ങനെ നിർവഹിക്കപ്പെട്ടു, ഒരു കാലത്ത് ആ ദൗത്യം എങ്ങനെ ഇല്ലാതായി തീർന്നു, എന്താണ് അതിന്റെ കാരണങ്ങൾ, ഇതൊക്കെ ചില അനുഭവങ്ങളിൽ നിന്നും സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ യാതന, നീതി, ഈ രണ്ട് വാക്കുകളുമായി നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെ എൻഗേജ് ചെയ്തു എന്നതിൻ്റെ ഒരു പശ്ചാത്തലം ചില അനുഭവങ്ങളോട് വിശദീകരിക്കാം. അതിനുമുമ്പ് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട് ഇന്നത്തെ ഒരു മാധ്യമ സാഹചര്യത്തെക്കുറിച്ച്. അതും ഈ ചർച്ചയുടെ ഒരു പശ്ചാത്തലമായി എല്ലാവരും മനസ്സിൽ കരുതണമെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടാകണമെന്ന് ഞാൻ കരുതുന്നു. അത് ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോക ചരിത്രത്തിൽ തന്നെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമ സാന്ദ്രതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നുവെച്ചാൽ മീഡിയ ഓവർ ക്രൗഡ്നെസ് എന്ന് പറയുക, സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ കൂടുതലാണ്. അത്രയധികം മാധ്യമങ്ങൾ, അത്രയധികം ഉള്ളടക്കങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ചർച്ച നമ്മളിപ്പോൾ 1:30 ഇപ്പോൾ ഈ സംഭാഷണം തുടങ്ങി ഇത് അവസാനിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിലേക്ക് നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ അധികം ഉള്ളടക്കങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാകും എല്ലാവരുടെയും സ്മാർട്ട് ഫോണുകളിൽ. അത് വാർത്തകളുണ്ടാകാം, വ്യക്തിഗത മെസ്സേജുകൾ ഉണ്ടാകാം, പലതരത്തിലുള്ള അപ്ഡേഷൻസ് ഉണ്ടാകാം, എല്ലാം കണ്ടന്റാണ്. ഈ ഉള്ളടക്കങ്ങളുമായി എൻഗേജ് ചെയ്യാൻ ഒരുപക്ഷെ ഈ അരമണിക്കൂർ നമ്മൾ ഫോൺ മാറ്റിവെച്ച ശേഷം വീണ്ടും സ്മാർട്ട് ഫോണിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് എൻഗേജ് ചെയ്യാൻ 1 മണിക്കൂർ എടുത്താൽ പോലും എൻഗേജ് ചെയ്യാൻ കഴിയാത്ത അത്രയധികം വിവരങ്ങൾ ഈ അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഫോണുകളിലേക്ക് വന്ന് നിറയുന്നുണ്ട്. അപ്പൊ അത്രയധികം മാധ്യമ സാന്ദ്രതയുള്ള, ഇൻഫർമേഷൻ ഓവർലോഡ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ ചില പ്രശ്നങ്ങൾ കൂടി യാതനകളെ അഡ്രസ് ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തെ അത്തരം ചില പ്രശ്നങ്ങൾ കൂടി ബാധിക്കുന്നുണ്ട്. അതിലേക്കും ഞാൻ ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് വരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വേദനകൾ യാതനകളായി മാറുന്നത് ഒരു സാമൂഹ്യ പ്രക്രിയയാണ്. അതൊരു സോഷ്യലി ക്രിയേറ്റഡ് ആയിട്ടാണ്. ചില സാമൂഹ്യ സാഹചര്യങ്ങളാണ് അങ്ങനെ വേദനകളെ യാതനകളാക്കി മാറ്റുന്നത്. ആ സാമൂഹ്യ സാഹചര്യങ്ങളെ തുറന്നു കാട്ടുന്ന മാധ്യമ പ്രവർത്തനത്തിന് ഇന്ത്യയിൽ ഒരു മികച്ച ഉദാഹരണം ഉണ്ടായിരുന്നു. ആ ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു. അത് നടക്കുന്നത് 90കളിൽ ഈ ഉദാരീകരണ നയങ്ങളൊക്കെ ഇന്ത്യയിൽ ആരംഭിച്ച ശേഷം നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ്, ഒരു മാധ്യമ ഇടപെടലായിരുന്നു. 1993 ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ചില കണക്കുകൾ പുറത്തുവിടുന്നു. അതിലൊരു കണക്ക് പറയുന്നത് ഇന്ത്യയിലെ ബിലോ പോവർട്ടിയിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 39% കണക്ക് 93 പുറത്തു വരുന്നുണ്ട്. 39% ജനങ്ങളാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത് എന്നൊരു കണക്ക് വരുന്നു. ആസൂത്രണ കമ്മീഷന്റെ കണക്കാണ്. ഇതേ ആസൂത്രണ കമ്മീഷന്റെ തന്നെ കണക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം പുറത്തു വരുമ്പോൾ ഈ 39% 19% കുറയുന്നുണ്ട്. 19% ജനങ്ങളാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത്. അതിനുശേഷം 95 കോപ്പൻഹേഗനിൽ വെച്ച് UN-ന്റെ ആഭിമുഖ്യത്തിൽ
ഈ ലോക രാജ്യങ്ങളുടെ ദാരിദ്ര്യം പരിഹരിക്കുന്നതിനായിട്ട് ഒരു ഉച്ചകോടി നടക്കുകയുണ്ടായി. അത് പിന്നീട് തുടർന്നിട്ടുള്ള ഒരു ഉച്ചകോടിയല്ല, അത് ആ വർഷം മാത്രമേ ഉണ്ടായിരുന്നു. ആ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്ത്യയുടെ പ്രതിനിധി സംഘം പോയി അവതരിപ്പിച്ച കണക്കിൽ, അതും ആസൂത്രണ കമ്മീഷന്റെ കണക്കാണ്, ഇന്ത്യയിലെ ദാരിദ്ര്യം 30%. ഇപ്പൊ ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ ആസൂത്രണ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരേ സ്ഥാപനം പുറത്തുവിട്ട കണക്കിൽ ഇന്ത്യയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരുടെ കണക്ക് ഒന്നിൽ 39%, മറ്റൊന്നിൽ 19%, ഒന്നിൽ 30%. അപ്പൊ ഇത് സംഭവിക്കുന്നത് ഈ ദാരിദ്ര്യം കണക്കാക്കാനുള്ള ചില മെത്തഡോളജികൾ മാറ്റുന്നതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇപ്പൊ കോപ്പൻഹേഗനിൽ പോയി അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ 19% എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫണ്ട് കിട്ടില്ല. 30% ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളുടെയും കൂടുതൽ സഹായം കിട്ടും. അവിടെ ദാരിദ്ര്യം കൂട്ടിക്കാണിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് സർക്കാരിനെ വേറൊരു തരത്തിൽ സർക്കാരിനെ പ്രൊജക്ട് ചെയ്യേണ്ട ഒരു സമയത്ത് ദാരിദ്ര്യം കുറച്ച് കാണിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ മാനിപ്പുലേറ്റഡ് ആയിട്ട് കണക്കുകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ ഇന്ത്യയിലെ ശരിയായ ദാരിദ്ര്യം എന്താണെന്നുള്ളത് കണക്കുകളല്ല, ഡേറ്റയല്ല സംസാരിക്കേണ്ടത്, ജനങ്ങളുടെ അനുഭവങ്ങളാണ് സംസാരിക്കേണ്ടത്, ഈ ദാരിദ്ര്യം കാരണം യാതന അനുഭവിക്കുന്ന മനുഷ്യരാണ് സംസാരിക്കേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യയിലെ സർക്കാരിന്റെ തന്നെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന 7 സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 10-ലധികം ജില്ലകളിലൂടെ ഒരു മാധ്യമപ്രവർത്തകൻ സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു. 1993 യാത്ര ആരംഭിക്കുന്നു. ഏതാണ്ട് 80,000 കിലോമീറ്റർ അദ്ദേഹം അതിനുവേണ്ടി പിന്നിടുന്നുണ്ട്. ഈ യാത്ര അവസാനിക്കുമ്പോൾ അത് ഇന്ന് അത്തരത്തിലുള്ള യാതനകൾ പരിഹരിക്കുന്നതിനുള്ള മാധ്യമ പ്രവർത്തനത്തിൽ നിന്നൊക്കെ മാറിപ്പോയ ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു സ്ഥാപനത്തിലാണ് അന്ന് ഈ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, എവരിബഡി ലവ്സ് എ ഗുഡ് റോട്ട് എന്നുള്ളൊരു പുസ്തകമായി പിന്നീട് ആ മാധ്യമ പ്രവർത്തകൻ സായിനാഥ് അദ്ദേഹം ആ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ പിന്നീട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് പല കണക്കുകളിലൂടെ ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യർ, അത് ആസൂത്രണ കമ്മീഷന്റെ കണക്കുകൾക്ക് അപ്പുറം അതിഭീകരമാണ് ഇന്ത്യയുടെ ഒരു ദാരിദ്ര്യം എന്നുള്ളത് ഒരുപക്ഷെ പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ആദ്യ ഇടപെടൽ, ഒരു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ അന്ന് വന്ന സായിനാഥിന്റെ റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ നോൺ ഫിക്ഷൻ പുസ്തകങ്ങളുടെ വിൽപ്പനയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പുസ്തകം കൂടിയാണ് ഈ എവരിബഡി ലവ്സ് എ ഗുഡ് റോട്ട് എന്നുള്ള പുസ്തകം. അത് വലിയ ചലനം ഉണ്ടാക്കി. പല മന്ത്രിമാരും പിന്നീട് ഈ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ പലതരത്തിലുള്ള ഇടപെടലുകൾക്കും വഴിയൊരുക്കിയ, ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്ത ഒരു ഇടപെടൽ കൂടിയായിരുന്നു സായിനാഥിന്റെ അന്നത്തെ ആ ഇടപെടൽ. അപ്പൊ അദ്ദേഹം ശരിക്കും ഗ്രാമീണ മനുഷ്യരുടെ വേദനകളാണ് ആദ്യം കാണുന്നത്. ഈ വേദനകൾ എങ്ങനെ യാതനകളായി മാറി, എന്താണ് ഈ വേദനകളെ യാതനകളാക്കി മാറ്റിയ സാമൂഹ്യ സാഹചര്യങ്ങൾ എന്താണ് എന്ന് പിന്നീട് അദ്ദേഹം അന്വേഷിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഭൂരാഹിത്യത്തിന്റെ പ്രശ്നമുണ്ട്, ജാതി വ്യവസ്ഥയുടെ പ്രശ്നം ഉണ്ടാവും, സർക്കാർ നയങ്ങളുടെ പ്രശ്നം ഉണ്ടാകും, പല വികസന പദ്ധതികളും സൃഷ്ടിച്ച പ്രശ്നങ്ങളുണ്ട്, കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ദാരിദ്ര്യം എന്നുള്ളത് അത് അവർ ഒരു വ്യക്തിഗതമായ ഒരു വേദന മാത്രമായി നിൽക്കുന്ന ദാരിദ്ര്യത്തെ പല സാമൂഹ്യ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വലിയൊരു മനുഷ്യ യാതനയാക്കി മാറ്റുന്നത് എന്നുള്ളതിന്റെ ഒരു പെയിൻ സഫറിങ്സ് എന്നുള്ള അർത്ഥത്തിൽ പലപ്പോഴും പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നായിരുന്നു ഈ വിവരണങ്ങൾ. ഞാൻ ഈ പുസ്തകത്തിലാണ് ഇത് വായിച്ചിരിക്കുന്നത്, എൻ്റെ മലയാളം പരിഭാഷയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ആ പുസ്തകത്തിൽ ചിലപ്പോൾ വേദനയിൽ നിന്നായിരിക്കും ഈ സ്റ്റോറി ഓപ്പൺ ചെയ്യുന്നത്. പലപ്പോഴും അതൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു മനുഷ്യരുടെ വേദനകളിൽ നിന്നും അത് ഓപ്പൺ ചെയ്യുകയും അത് യാതനകളിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടു പോവുകയും അതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് പറയുകയും നീതി എവിടെയാണ് പുലരേണ്ടത്, അല്ലെങ്കിൽ ഈ യാതനകൾക്ക് പരിഹാരമായ നീതി എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, അത് പൗരാഹിത്യത്തിന്റെ പ്രശ്നമാണെങ്കിൽ പൗരാഹിത്യം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, ജാതി വ്യവസ്ഥയുടെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, എന്താണ് പരിഹാരങ്ങൾ ഈ യാതനയ്ക്ക് എന്നത് കൃത്യമായി അന്വേഷിക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്തൊരു റിപ്പോർട്ടിംഗ് ആയിട്ട് ഇത് മാറുന്നുണ്ട്. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ്. മാധ്യമ വിദ്യാർത്ഥികളായിരുന്ന കാലം മുതൽ ഞങ്ങൾ പഠിക്കുകയും വായിക്കുകയും ചെയ്തൊരു വിഷയമാണ്. അപ്പൊ സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം തുറന്നു കാണിച്ചത്. അതിനകത്ത് ഈ യാതനകൾ എങ്ങനെ സ്ട്രക്ചറലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം അന്ന് തുറന്നു കാണിക്കാൻ ശ്രമിച്ചത്. പിന്നീട് അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറുമ്പോൾ പിന്നീട് അദ്ദേഹം ആ പത്രത്തിൽ നിന്ന് മാറുകയും ഹിന്ദുവിന്റെ റൂറൽ അഫയേഴ്സ് എഡിറ്ററായിട്ട്, പിന്നീട് വിദർഭയിലടക്കം കർഷക ആത്മഹത്യകൾ വളരെ വ്യാപകമായി നടക്കുന്ന കാലത്ത് അദ്ദേഹം ഇതുപോലെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുകയും അത്തരം റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴും അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തനത്തിന് ഈ യാതനകൾക്ക് പരിഹാരം കാണുക എന്നുള്ള വളരെ വ്യക്തമായ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റീവ് നമുക്കതിൽ വ്യക്തമായ റിപ്പോർട്ടിങ്ങിൽ കാണാൻ പറ്റും. നീതിക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദം അത് കൃത്യമായി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ, അത് വിദർഭയിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണെങ്കിലും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് 90-കൾക്ക് ശേഷം അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളൊക്കെ റിപ്പോർട്ടിൽ അദ്ദേഹം വിശദമായിട്ടൊന്നും പരാമർശിച്ചില്ല എങ്കിൽ പോലും ഈ രാഷ്ട്രീയ കാരണങ്ങളുടെയൊക്കെ പല സൂചനകളും നമുക്ക് റിപ്പോർട്ടിൽ കാണാം. മാധ്യമപ്രവർത്തനത്തിന്റെ വളരെ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡിൽ നിന്നിട്ട് തന്നെയാണ് അദ്ദേഹം ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളെ അദ്ദേഹം സ്പർശിക്കാതെ പോയിട്ടില്ല. അത് 90-കൾക്ക് ശേഷം ഇന്ത്യയിലെ ദാരിദ്ര്യം
ഒരു തരത്തിൽ വർദ്ധിക്കാൻ കാരണമായിട്ടുള്ള ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ, വികസന നയങ്ങളൊക്കെ വലിയ രീതിയിൽ അദ്ദേഹം പ്രശ്നവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരാൻ കാരണമായിട്ടുള്ള ഒരു കോർപ്പറേറ്റൈസേഷനും ഒക്കെ ഉദാരവൽക്കരണത്തോടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ, ജീവിക്കുന്ന തെളിവുകൾ നമുക്ക് ആ റിപ്പോർട്ടിൽ കാണാം. അപ്പൊ ഇതിലൊരു കഥ ഞാൻ ഓർക്കുന്ന ഒരു കഥ, കുറച്ച് മുമ്പ് വായിച്ചതുകൊണ്ട് പേരുകളൊന്നും ഓർമ്മയില്ല. പക്ഷെ ഒറീസയിൽ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ഓടിളക്കി വിൽക്കുകയാണ്. ഓടിളക്കി വിൽക്കുന്നു. കാരണം അവിടെ മഴയുള്ള ഗ്രാമമല്ല, മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഓടിളക്കി വിറ്റാലും ആ വീട്ടിൽ ഏറെക്കാലം താമസിക്കാൻ പറ്റും. അടുത്ത മഴക്കാലം വരുമ്പോഴേക്കും ഓട് തിരിച്ച് പുനഃസ്ഥാപിച്ചാൽ മതി. അപ്പൊ പിന്നീട് ആ ഗ്രാമീണർ തന്നെ ചേർന്ന് അദ്ദേഹത്തിന് ഓട് വെക്കാനായിട്ടുള്ള ഓട് നിർമ്മിച്ച് അവരൊരു ഒരു സാമൂഹ്യ പ്രവർത്തനം പോലെ ആ ഓട് അദ്ദേഹത്തിന് പിന്നീട് മേഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഓടിളക്കി വിറ്റ ഒരു മനുഷ്യന്റെ കഥ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഓടിളക്കി വിൽക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം വലിയൊരു വായ്പ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് എടുത്തു. ജീവിതം രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി കാർഷിക വായ്പയായിട്ട് എടുത്താണ്. പക്ഷെ ആ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത തരത്തിൽ നിരന്തരം ഈ സ്ഥാപനം അദ്ദേഹത്തെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ അദ്ദേഹം ഓടിളക്കി വിറ്റുകൊണ്ടാണ് ഈ വായ്പ തിരിച്ചടയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അതിൽ നിന്നും ഈ വായ്പയുടെ പ്രശ്നങ്ങളിലേക്കും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ ഒരു അതിന്റെ എക്കണോമിക്സിന്റെ പിന്നിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ സായിനാഥിന്റെ റിപ്പോർട്ട് വികസിച്ച് വരുന്നുണ്ട്. പക്ഷെ അതൊരു ഓടിളക്കി വിൽക്കുന്ന ഒരു ഗ്രാമീണന്റെ വേദനയിൽ നിന്നാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കുമ്പോഴും ഈ സാഹചര്യത്തിന് ഇപ്പോ 93 ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ സാഹചര്യത്തിന് വലിയ മാറ്റങ്ങളില്ല. 2 ദിവസം മുമ്പ് കേരളീയത്തിൽ പ്രസിദ്ധീകരിച്ചൊരു റിപ്പോർട്ടിൽ സമാനമായ ഒരു സ്റ്റോറിയാണ് എനിക്ക് കേരളീയത്തിന്റെ ഡെസ്കിൽ നിന്നും വായിച്ച് പ്രസിദ്ധീകരിക്കേണ്ടതായി വന്നിട്ടുള്ളത്. പുറമേ നിന്ന് എഴുതി വന്നൊരു സ്റ്റോറിയാണ് അത്. സർഫാസി നിയമം ഇന്ത്യയിൽ 2002 മറ്റോ വന്നൊരു നിയമമാണ്, പുതിയ നിയമമാണ്. ബാങ്കുകൾക്ക് കോടതി വിധികൾക്കൊന്നും കാത്തു നിൽക്കാതെ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കിടപ്പാടം ജപ്തി ചെയ്യാം എന്നുള്ള വളരെ നിഷ്ഠൂരമായൊരു നിയമമാണ് സർഫാസി നിയമം. സർഫാസി നിയമപ്രകാരം എറണാകുളത്ത് ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു വീട്ടമ്മയെ ബാങ്കുകാരും ഈ സർഫാസി നിയമപ്രകാരം വസ്തു ഏറ്റെടുക്കാൻ വരുന്ന ബാങ്കിന്റെ ഗുണ്ടകൾ എന്ന് പറയാവുന്ന ആളുകളും ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചു പുറത്താക്കി. അവർ കുറേ ദിവസം അവർ അതിനുശേഷം ജീവിച്ചത് എറണാകുളം ജില്ലാ ആശുപത്രിയിലെ വരാന്തയിലായിരുന്നു. ഒരു കൂട്ടിരിപ്പുകാരിയെ പോലെ അഭിനയിച്ചുകൊണ്ട് അവർ കുറേ ദിവസം എറണാകുളം ജില്ലാ ആശുപത്രിയിലെ വരാന്തയിൽ കഴിഞ്ഞു. പിന്നെ സെക്യൂരിറ്റി അവിടെ നിന്ന് കണ്ടുപിടിച്ച് അവരെ പുറത്താക്കി. അപ്പോഴേക്കും മറ്റ് ചില സഹായങ്ങൾ അവർക്ക് കിട്ടിയിട്ട് അവരെ അങ്ങനെ താൽക്കാലികമായിട്ട് താമസിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒക്കെ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഒരാൾ കിടപ്പാടം ജപ്തി ചെയ്തതിന്റെ പേരിൽ അവർക്ക് കയറി കിടക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയുടെ വരാന്തകളിൽ ഒരു കൂട്ടിരിപ്പുകാരിയെ പോലെ അഭിനയിച്ചുകൊണ്ട് കുറേ ദിവസങ്ങളിൽ അവർ, ഈ റോസ്ലിൻ എന്നാണ് ആ സ്ത്രീയുടെ പേര്, ഇളങ്കുന്നപ്പുഴ സ്വദേശിയായിട്ടുള്ള റോസ്ലിൻ, കുറേ ദിവസങ്ങളിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അവരുടെ ഒരു വ്യക്തിഗതമായൊരു വേദനയാകാം. പക്ഷെ ആ സാഹചര്യത്തെ സൃഷ്ടിച്ച, അതൊരു യാതനാപൂർണമായ സാഹചര്യമാക്കി മാറ്റിയത് സർഫാസി എന്നുള്ളൊരു നിയമമാണ്. ഈ നിയമം നേരത്തെ പറഞ്ഞതുപോലെ 90കൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ഒരു നിയോ ലിബറൽ പോളിസീസിന്റെ ഭാഗമായി വരുന്ന നിയമമാണ്. ഈ വീട് ജപ്തി ചെയ്തത് ഒരു പൊതുമേഖലാ ബാങ്ക് അല്ല, ഒരു പ്രൈവറ്റ് ബാങ്കാണ്. ചോളമണ്ഡലം ഫിനാൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഒരു പ്രൈവറ്റ് ബാങ്കുകൾക്ക് പോലും കോടതിയുടെ ഒന്നും ഉത്തരവ് വേണ്ടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ കിടപ്പാടം ജപ്തി ചെയ്യാം, ഗുണ്ടകളെ ഉപയോഗിച്ച് ആ വീട്ടിൽ താമസിക്കുന്ന ആളെ അവിടെ നിന്ന് പുറത്താക്കാം, ആ സർഫാസി നിയമപ്രകാരം സ്ഥലം ഏറ്റെടുത്ത് വിൽക്കാം. അപ്പൊ ഇവര് ഈ അവസ്ഥയിലേക്ക് റോസ്ലിൻ എത്തുന്നതിന് ഒരു കാരണം അവരുടെ മകൻ ഒരു അപകടത്തിൽപ്പെട്ട് ഒരു കിടപ്പ് രോഗിയായി മാറി എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പാലിയേറ്റീവ് പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കാം മനുഷ്യരെ ചിലപ്പോൾ പല സഫറിങ്സിലേക്കും എത്തിച്ചേർക്കുന്നത്. അപ്പൊ ആ ചികിത്സയുടെയൊക്കെ ഭാഗമായിട്ടാണ് അവർ ആ ലോൺ എടുക്കുന്നതും. ലോൺ എടുത്തു, പിന്നെ വീട് നിർമ്മിച്ചു. അവർക്ക് വീടുണ്ടായിരുന്നില്ല. ഭർത്താവിന്റെ ഓഹരിയായിട്ട് കിട്ടിയ 4 സെന്റ് ഭൂമിയിൽ ഒരു കുടില് കെട്ടി താമസിക്കുകയായിരുന്നു. അവർ ചെറിയൊരു ഓലപ്പുരയിലായിരുന്നു. 40 ലക്ഷം രൂപയ്ക്ക് അവരൊരു വീട് പിന്നീട് വെക്കുന്നു. ആ വീട് ഏറ്റെടുത്ത ബാങ്ക് ആ വീട് വിറ്റത് 13 ലക്ഷം രൂപയ്ക്കാണ്. അപ്പൊ ഞങ്ങൾ ഏറ്റെടുത്തിട്ടും ആ കടം വീട്ടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ബാക്കി പൈസയ്ക്ക് ബാങ്ക് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വളരെ നിഷ്ഠൂരമായിട്ടുള്ളൊരു നിയമപ്രകാരം ഇന്ത്യയിൽ ഇന്നും ഈ രീതിയിലുള്ള കുടിയൊഴിപ്പിക്കൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഓടുവിറ്റ് ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുന്ന സായിനാഥ് 1993 ഒറീസയിൽ കണ്ടതുപോലെയുള്ള ഗ്രാമീണർ ഇന്നും കേരളത്തിൽ നമ്മുടെ അടുത്ത് എറണാകുളം പോലൊരു നഗരത്തിന്റെ പാർശ്വങ്ങളിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളുടെ
പക്ഷെ ഒരു വ്യത്യാസം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ 1993 നിന്നും ഇപ്പോ ഈ 2026 എത്തുമ്പോഴേക്കും സംഭവിച്ചൊരു വ്യത്യാസം, ഇത് വാർത്തയാകാതെ പോകുന്നു എന്നുള്ളതാണ്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് സായിനാഥിന് ഇത്രയധികം യാത്ര ചെയ്യാൻ അവർ അന്ന് അനുവദിച്ചത്. പക്ഷെ ഇന്ന് ഇവിടുത്തെ ഒരു മുഖ്യധാര മാധ്യമങ്ങളുടെയും വാർത്തകളിൽ, മുഖ്യധാര മാധ്യമങ്ങളുടെ ഇടങ്ങളിലൊന്നും ഇത്തരം വാർത്തകൾ കടന്നു വരാത്തൊരു ഇടമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം യാതനകൾ തുറന്നു കാണിക്കും. ഇപ്പൊ സർഫാസി നിയമത്തിനെതിരെ എത്ര വാർത്തകളുണ്ട്? വളരെ കുറച്ച് വാർത്തകൾ മാത്രമേ നമ്മളുടെ മാധ്യമങ്ങളിൽ വരുന്നുള്ളൂ എന്നൊരു സാഹചര്യമുണ്ട്. ഈ നിർദ്ദയമായ നിയമം എത്രയോ കാലമായി കേരളത്തിൽ എത്രയോ മനുഷ്യരുടെ കിടപ്പാടം പിടിച്ചെടുത്ത് അവരെ വീടുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും പുറത്തിറക്കിയിരുന്നു. ഒരുപാട് സമരങ്ങൾ എറണാകുളത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്നു. പ്രീത ഷാജിയുടെ ഒരു സമരം നമ്മളിൽ പലർക്കും അറിയുക പോലും ഉണ്ടാവില്ല. പക്ഷെ അത് ഒരുപാട് ദിവസം അവർ എറണാകുളം കളക്ടറേറ്റ് മുന്നിൽ ഇതുപോലെ ഒരു പ്രൈവറ്റ് ബാങ്ക്, ഈ ചോളമണ്ഡലം ബാങ്ക് പോലെ ഒരു പ്രൈവറ്റ് ബാങ്ക് ഭൂമി പിടിച്ചെടുത്തതിന്റെ പേരിൽ സമരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം ഇന്ത്യയുടെ ദാരിദ്ര്യത്തിലോ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിലോ കഴിഞ്ഞൊരു 30 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ സായിനാഥിന് ഇടം നൽകിയതുപോലൊരു മാധ്യമം ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളൊരു വലിയ വ്യത്യാസത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മളുടെ ഈ ചർച്ചയിൽ എല്ലാവരും പ്രാധാന്യത്തോടെ കാണണമെന്ന് ഞാൻ പറയുന്നു. നമ്മൾ ഈ യാതനകൾ പരിഹരിക്കാൻ ആയി ശ്രമിക്കുന്ന ഒരു എത്തിക്കൽ ജേർണലിസത്തിന് ഇന്ന് സ്പേസ് ഉണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിലൂടെ ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഈ റോസ്ലിന്റെ വിഷയം തന്നെ നമ്മുടെ പ്രധാന മാധ്യമങ്ങൾ എവിടെയും ഞാൻ കണ്ടില്ല. ഞാൻ ഈ വാർത്ത കേരളീയത്തിലേക്ക് ഒരാൾ ഇങ്ങനൊരു വിഷയമുണ്ട് കേരളീയത്തിൽ അത് കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ, നമ്മൾ സർഫാസി വളരെ പ്രാധാന്യത്തോടെ മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. സർഫാസിയുടെ വിഷയം എപ്പോൾ വന്നാലും അത് വളരെ താല്പര്യത്തോടെ ഞങ്ങൾ അത് എടുക്കാറുണ്ട്. പക്ഷെ ഈ വിഷയം പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പരിശോധിച്ചു മറ്റു മാധ്യമങ്ങളിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന്. വളരെ കുറച്ച് മാധ്യമങ്ങളിൽ മാത്രമാണ് റോസ്ലിന്റെ കിടപ്പാടത്തിന്റെ വിഷയം വന്നിട്ടുള്ളത്. പക്ഷെ വളരെ ഗൗരവത്തോടെ ഉന്നയിക്കേണ്ട വിഷയമായിരുന്നു. കാരണം മുമ്പ് 2016-21 കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല, ഇപ്പൊ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹം സർഫാസി നിയമത്തിനെതിരെ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തൊരു വിഷയം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിനടക്കം അറിയുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പൊ അവരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യത്തോടെ സർക്കാരിന് മുന്നിൽ എത്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ആ പ്രാധാന്യം കണ്ടില്ല. അപ്പൊ ആ രീതിയിലൊരു പരിസരം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സായിനാഥിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരിസരം ഇന്ന് ഉണ്ടോ, നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അതേസമയം 1993 നമ്മൾ കണ്ട ദാരിദ്ര്യം, അല്ലെങ്കിൽ ഉദാരീകരണ നയങ്ങൾ ആരംഭിച്ച കാലത്ത് കണ്ട ദാരിദ്ര്യം, അതിനേക്കാൾ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ആ സാഹചര്യങ്ങൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഓടിളക്കി വിറ്റ ഗ്രാമീണന്റെ കഥയിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയുടെ വാർഡുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓരങ്ങളിൽ ഒരു കൂട്ടിരിപ്പുകാരിയെ പോലെ ഒളിച്ചു ജീവിക്കേണ്ടി വന്ന റോസലിന്റെ കഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഒരേ അനുഭവമാണ്. പക്ഷേ ഈ അനുഭവങ്ങൾ നമ്മളെ കാണിച്ചു തരാനുള്ള മാധ്യമങ്ങൾ നമുക്ക് നഷ്ടമായി പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു ചരിത്ര ദൗത്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ, കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ചരിത്ര ദൗത്യമായി അവർ ഏറ്റെടുത്തിട്ടുള്ളൊരു സംഗതിയായിരുന്നു എത്തിക്കൽ ജേർണലിസം എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ എത്തിക്കൽ ജേർണലിസം വളർന്നു വന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച മിക്ക ആളുകളും മാധ്യമ പ്രവർത്തകർ കൂടിയായിരുന്നു. ഗാന്ധി 3 പത്രങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഈ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആ രീതിയിൽ ബ്രിട്ടീഷ് സർക്കാരിനെ ആ രീതിയിൽ വിമർശിക്കുന്നു എന്ന് കണ്ടപ്പോൾ 1878 ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാരണ നിയമം, നാട്ടുഭാഷാ പത്രമാരണ നിയമം, വെർണാക്കുലർ പ്രസ് ആക്ട് ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. 1878 തന്നെ. ഏതാണ്ട് ബ്രിട്ടന്റെ അധികാരത്തിലേക്ക് ഭരണം വന്ന ഉടൻ തന്നെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിലേക്ക്, കമ്പനി ഭരണം അവസാനിച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിലേക്ക് ഇന്ത്യ മാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷർ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് ആയിരുന്നു. അപ്പൊ മാധ്യമങ്ങളുടെ ഒരു ശക്തി ആ രീതിയിൽ കൊളോണിയൽ സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ അവർ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അതിനർത്ഥം ആ മാധ്യമങ്ങൾ അന്ന് സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് മനുഷ്യരുടെ യാതനകൾ തുറന്നു കാണിക്കുന്ന ഒരു ഭാഷയായിരുന്നു. അതൊരു എത്തിക്കൽ ജേർണലിസത്തിന്റെ ഭാഷയായിരുന്നു. ആ പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ് മലയാളത്തിലും പത്രങ്ങൾ ഉദയം ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഗാന്ധിയുടെ നവജീവനും യങ്ങിന്റെയും ഹരിജനും ഒക്കെ ഭാരതാശനെ പോലുള്ള ആൾക്ക് കൂടുതൽ ആ കാര്യങ്ങളെ കുറിച്ച് അറിയാം. ഗാന്ധിക്ക് പത്രമുണ്ടായിരുന്നു, മോത്തിലാൽ നെഹ്റുവിന് പത്രമുണ്ടായിരുന്നു, അംബേദ്കറിന് പത്രമുണ്ടായിരുന്നു. അംബേദ്കർ 3 പത്രം, ഇപ്പൊ കോൺഗ്രസ് ആഭിമുഖ്യം പുലർത്തുന്ന പത്രങ്ങൾ കൊടുക്കാതിരുന്ന വാർത്തകൾ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് അംബേദ്കർ മറാത്തിയിൽ മൂക് നായക് എന്ന പത്രം ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം ബഹിഷ്കൃത് ഭാരത് എന്ന പത്രം ആരംഭിക്കുന്നു മറാത്തിയിൽ തന്നെ. അംബേദ്കർ പത്രം ആ രീതിയിൽ ദീർഘകാലം പത്രം നടത്തിയിരുന്നു.
അംബേദ്കർ പത്രം നടത്തുമ്പോൾ അംബേദ്കർ പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗങ്ങളുടെ വാർത്തകൾ കൂടി അതിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന കോൺഗ്രസിന്റെ പിന്തുണച്ചിരുന്ന പല പത്രങ്ങളും കൊടുക്കാതിരുന്ന വാർത്തകൾ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനും ഒരു പത്രം നടത്തേണ്ട സാഹചര്യം വരുന്നത്. ധനഞ്ജയ് കീർ എന്ന അംബേദ്കറിന്റെ ജീവചരിത്രം എഴുതിയ ജീവചരിത്രകാരൻ അതിൽ പറയുന്നൊരു കാര്യമുണ്ട് പുസ്തകത്തിൽ. അംബേദ്കർ അദ്ദേഹത്തിന്റെ പത്രം തുടങ്ങിയ കാലത്ത്, മറാത്തിയിലാണ് തുടങ്ങിയത്, മൂക്ക് നായക് തുടങ്ങിയത്. ആ പത്രം തുടങ്ങിയ കാലത്ത് ഒരു ചെറിയ പരസ്യം അന്ന് കേസരി ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ മറാത്തിയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് കേസരി വലിയ പ്രചാരമുള്ളൊരു പത്രമാണ്. അപ്പൊ കേസരിയിൽ ചെറിയൊരു പരസ്യം അംബേദ്കർ പൈസ കൊടുത്ത് ഇതൊരു മൂക്ക് നായക് എന്നുള്ള പത്രം ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയിക്കാനായിട്ടൊരു പരസ്യം കേസരിക്ക് നൽകുന്നുണ്ട്. കേസരി ആ പരസ്യം ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ആ പരസ്യം പ്രസിദ്ധീകരിക്കാത്തതും അംബേദ്കറെ പോലെ അസ്പൃശ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളോടുള്ള ഒരു മനോഭാവമായിട്ട് അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുണ്ട്. ധനഞ്ജയ് കീർ അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ പത്രം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പലരും പത്രം നടത്തിയിരുന്നുവെങ്കിലും അതിൽ പോലും ഇപ്പൊ കേസരിയൊക്കെ അന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തിലകൻ നടത്തിയിരുന്ന പത്രമായിരുന്നു. പക്ഷെ എന്നാൽ അതിൽ പോലും പരസ്പരം വിവേചനങ്ങളൊക്കെ നിലനിന്നിരുന്നു. പക്ഷെ എന്നാലും ശക്തമായൊരു മൂവ്മെന്റ് ആയിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൽ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ വലിയ പങ്ക് പത്രങ്ങളാണ് വഹിച്ചിരുന്നത് എന്നുള്ളത് ഇപ്പം വിപിൻ ചന്ദ്രയെ പോലുള്ള ചരിത്രകാരന്മാരൊക്കെ അക്കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത്ര വലിയ റോള് മാധ്യമങ്ങൾക്ക് നമ്മളുടെ ചരിത്രത്തിലുണ്ട്. കേരളത്തിലും മാധ്യമപ്രവർത്തനം തുടങ്ങിയ കാലത്ത് തന്നെ ഇത്തരം എത്തിക്കൽ ജേർണലിസം പ്രാക്ടീസ് നമുക്ക് കാണാം. ഇവിടെയും വെർണാക്കുലർ പ്രസ് ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ പശ്ചിമതാരക എന്ന പത്രത്തിനെതിരെ 1860 കൊച്ചി രാജാവ് ഒരു നടപടി എടുക്കുന്നുണ്ട്. രാജാവിന്റെ പ്രതിനിധികൾ കണ്ട ശേഷം മാത്രമേ പശ്ചിമതാരക ഒരു മിഷണറി പത്രമായിരുന്നു. അത് വരാപ്പുഴ മിഷണറീസ്, കാത്തലിക് മിഷണറീസ്മാർ നടത്തിയിരുന്ന പത്രമായിരുന്നു. പക്ഷെ എന്നാലും അവർ കൊച്ചി രാജാവിന്റെ ഉദ്യോഗസ്ഥരുടെ ചില നടപടികളെ വിമർശിച്ചുകൊണ്ട് എഴുതി എന്നതിന്റെ പേരിൽ കൊച്ചി രാജാവ് ആ പത്രത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാജാവിന്റെ ഉദ്യോഗസ്ഥർ കണ്ട ശേഷം മാത്രം പത്രം ഇറക്കിയാൽ മതി എന്നൊരു ആറോല 1860 ഈ പശ്ചിമതാരകയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. തുടങ്ങിയ കാലത്ത് തന്നെ നമ്മൾ വിമർശിക്കുന്നു, നമ്മൾ ഭരണകൂടത്തെ വിമർശിക്കുന്നു, നമ്മൾ സമൂഹത്തിന്റെ യാതനകൾ തുറന്നു കാണിക്കുന്നു, അതിന്റെ പരിഹാരങ്ങൾ അന്വേഷിക്കുന്നു, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് പത്രങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒപ്പം നമ്മളുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും നിറയെ പത്രങ്ങൾ ഉണ്ടായിരുന്നു. 1917 അരയൻ എന്ന പത്രം വേലിക്കുട്ടി അരയൻ പ്രസിദ്ധീകരിക്കുന്നത്. അതിഗംഭീരമായ കുറച്ച് എഡിറ്റോറിയലുകൾ അതിന്റെ ഡിജിറ്റൽ ഫോർമാറ്റുള്ളത് ഞാൻ കാണാൻ കഴിഞ്ഞിരുന്നു. അതിഗംഭീരമായ എഡിറ്റോറിയലുകൾ അരയൻ എന്നുള്ള പത്രത്തിൽ വേലിക്കുട്ടി അരയൻ എഴുതുന്നുണ്ട്. ധർമ്മത്തെ ഭയപ്പെടുകയും അധർമ്മത്തെ ദ്വേഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇപ്പോൾ അരയൻ എന്ന പത്രത്തിന്റെ തലവാചകത്തിനൊപ്പം എഴുതി ചേർത്തിരുന്ന വാചകം. അപ്പോൾ ആ രീതിയിൽ അധർമ്മത്തെ ദ്വേഷിക്കുക എന്നുള്ളത് ഒരു നയമായി മുന്നോട്ട് വെച്ച പത്രങ്ങൾ നമുക്കന്നുണ്ടായിരുന്നു. പത്രങ്ങൾ മാത്രമല്ല, അന്ന് അരയ സമൂഹത്തിനിടയിൽ ഈ പത്രം വായിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി അരയൻസ് റീഡിംഗ് റൂം എന്ന പേരിലുള്ള ഒരു പ്രസ്ഥാനം അദ്ദേഹം ആരംഭിക്കുകയും ചിറയൻകീഴിലൊക്കെ അരയൻസ് റീഡിംഗ് റൂം ഉണ്ടായിരുന്നു. ഈ പത്രം കൂട്ടത്തോടെ ഇരുന്ന ആളുകൾക്ക് വായിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും അവരെ പത്രം വായനയ്ക്ക് വേണ്ടിയിട്ട് അവരെ വിദ്യാഭ്യാസവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി അന്ന് വേലിക്കുട്ടി അരയനെ പോലുള്ള ആളുകൾ നടത്തിയിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പത്രം നവോത്ഥാന മൂവ്മെന്റിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പത്രമാണ് സഹോദരൻ പത്രം, സഹോദരൻ അയ്യപ്പന്റെ പത്രം. ഏതാണ്ട് 56 വർഷക്കാലം നിലനിന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ്. 1956 പത്രം, 56 വർഷം ക്ഷമിക്കണം, 35-ലധികം വർഷം കേരളത്തിൽ പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങിയിരുന്നൊരു പത്രമാണ് സഹോദരൻ എന്ന പത്രം. അത് അന്നും അതും അദ്ദേഹം 1917 ആരംഭിക്കുമ്പോൾ തന്നെ വളരെ ശക്തമായിട്ടുള്ള എഡിറ്റോറിയലുകൾ അദ്ദേഹം എഴുതിയിരുന്നു. പിന്നീട് അദ്ദേഹം തിരുക്കൊച്ചി രാജ്യത്തിന്റെ പ്രതിനിധിയായി മന്ത്രിസഭയിലേക്ക് എത്തുന്ന കാലത്തും അദ്ദേഹം ആ പത്രം തുടർന്നിരുന്നു. അപ്പോഴും അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിക്കാനൊന്നും മടി കാണിച്ചിരുന്നില്ല, ജാതി അനാചാരങ്ങളെ വിമർശിക്കാൻ മടി കാണിച്ചിരുന്നില്ല. വളരെ ശക്തമായ എഡിറ്റോറിയലുകൾ നിറഞ്ഞൊരു പത്രമായിരുന്നു സഹോദരൻ എന്നുള്ള പത്രം. 47 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം സഹോദരൻ അയ്യപ്പന്റെ പത്രത്തിൽ അദ്ദേഹം എന്ത് എഡിറ്റോറിയലാണ് എഴുതുന്നത് എന്ന് അറിയാൻ വേണ്ടി നെഹ്റു കേരളത്തിലെ ഒരു പോലീസുകാരനെ കൊച്ചിയിൽ പ്രത്യേകം ഇംഗ്ലീഷിൽ അത് പരിഭാഷപ്പെടുത്തി ഡൽഹിക്ക് അയക്കാൻ നിയോഗിച്ചിരുന്നു എന്ന് ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അത് സത്യമാണോ എന്നറിയില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഒരു സ്ഥലത്ത് വായിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ നെഹ്റു പോലും ഭയപ്പെട്ടിരുന്നു എന്താണ് സഹോദരൻ അയ്യപ്പൻ എഴുതുന്നത് എന്ന് വളരെ താല്പര്യപൂർവ്വം ഇംഗ്ലീഷിൽ കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നു എന്ന് ചില ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് അദ്ദേഹം തന്നെ വേലക്കാരൻ എന്നൊരു പത്രം തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അത് ഡെയിലി വർക്കർ എന്നുള്ളൊരു ബ്രിട്ടീഷ് പത്രത്തിന്റെ മാതൃക പിന്തുടർന്ന് സഹോദരൻ അയ്യപ്പൻ നടത്തിയതാണ്. തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം കേരളത്തിൽ ആദ്യമായിട്ടൊരു പത്രം ആരംഭിക്കുന്നത് തൊഴിലാളി പ്രസ്ഥാനങ്ങളല്ല, സഹോദരൻ അയ്യപ്പനാണ്, വേലക്കാരൻ എന്നുള്ള ഒരു പത്രം. അപ്പൊ ആ രീതിയിലുള്ള മാധ്യമങ്ങൾ, നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മാധ്യമങ്ങളുടെ ഒരു ധാര നമുക്കുണ്ടായിരുന്നു. സാധുജന പരിപാലിനി, അയ്യങ്കാളിക്ക് പത്രം ഉണ്ടായിരുന്നു. അയ്യങ്കാളി സാധുജന പരിപാലിനി എന്നുള്ള പത്രം നടത്തുന്നുണ്ട്. സാധുജന പരിപാലനയിൽ വന്ന വാർത്തകൾ നേരത്തെ
അംബേദ്കറിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് മാധ്യമങ്ങൾ അവഗണിച്ച പല വിഷയങ്ങളുമാണ് മൂക്നായക്കിൽ വന്നത് എന്ന് പറഞ്ഞതുപോലെ അന്ന് തിരുവിതാംകൂറിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന സ്വദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളിൽ വരാതിരുന്ന സാധുജനങ്ങളെ സംബന്ധിച്ചുള്ള തിരുവിതാംകൂറിലെ ദളിത് സമൂഹത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ, അവരുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഒക്കെയായിരുന്നു സാധുജന പരിപാലന എന്നുള്ള പത്രത്തിലൂടെ അയ്യങ്കാളി പുറത്തുകൊണ്ടിരുന്നത്. സ്വദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ അത്തരം വാർത്തകൾ കൊടുത്തിരുന്നില്ല എന്നുള്ള വിമർശനവും പിന്നീട് പല പഠിതാക്കളും, കുന്നുകുഴി എസ് മണിയെ പോലെയുള്ള പഠിതാക്കളൊക്കെ പിന്നീട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അച്ചടി നിർമ്മിച്ച കീഴാള പൊതുമണ്ഡലം എന്നുള്ള ഒരു പഠനം വിനിൽ പോളിന്റെ കുറച്ചു കാലം പുറത്തുവരികയുണ്ടായി. അതിൽ അദ്ദേഹം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രം നവോത്ഥാന കാലം മുതൽ കേരളത്തിൽ പുറത്തിറങ്ങിയ 100 പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പഠനത്തിൽ. അപ്പൊ 100-ലധികം പ്രസിദ്ധീകരണങ്ങൾ അത്തരത്തിൽ സാമൂഹ്യ ദൗത്യത്തോടെ പ്രവർത്തിച്ചിരുന്ന അവർ നിർമ്മിച്ച ഒരു പൊതുമണ്ഡലം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ മാധ്യമങ്ങളുടെയൊക്കെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് എത്തിക്കലായിട്ടുള്ള ഒരു ജേർണലിസമായിരുന്നു, നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമായിരുന്നു, യാതനകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശബ്ദമായിരുന്നു. അപ്പൊ ഇതൊരു ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് എവിടെയാണ് മാധ്യമങ്ങൾ മാറിപ്പോകുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ദേശീയ പ്രസ്ഥാനം അവസാനിച്ചു, സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങളുടെ സ്ഥിതി എന്ന് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഭരണകൂട വിമർശന മാധ്യമങ്ങൾ തുടരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ നമ്മളുടെ കോൺഗ്രസ് അടക്കമുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ പലതരത്തിലുള്ള സാമൂഹ്യ ദൗത്യങ്ങളിൽ നിന്നും പിൻവലിച്ചതിന്റെ പ്രതിഫലനങ്ങൾ പൊതുവിൽ സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ സ്വഭാവം പതിയെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മാറി വരുന്നത് നമുക്ക് കാണാം. കേരളത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മനോരമയും മാതൃഭൂമിയൊക്കെ പോലുള്ള പത്രങ്ങൾക്ക് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം സംഭവിച്ച മാറ്റങ്ങൾ നമുക്കറിയാം. അപ്പൊ ആ മാറ്റം പതിയെ പതിയെ വരികയും എത്തിക്കൽ ജേർണലിസം എന്നുള്ള ഒരു നില നമുക്ക് നഷ്ടമാവുകയും കേവലം ഒരു ഒബ്ജക്റ്റീവ് ജേർണലിസത്തിലേക്ക്, ഒരു വാർത്താധിഷ്ഠിത മാധ്യമങ്ങൾ മാത്രമായി വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ സർക്കുലേഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു ദൗത്യങ്ങളിലേക്ക് മാധ്യമങ്ങൾ പിന്നീട് മാറി വരുന്ന ഒരു ഒബ്ജക്റ്റീവ് ജേർണലിസത്തിന്റെ ഒരു കാലമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും ഈ എത്തിക്കൽ ജേർണലിസത്തെ സജീവമായി നിലനിർത്തിയിരുന്ന ഒരു സമാന്തര ധാര ഇന്ത്യയിലെമ്പാടും ഉണ്ടായിരുന്നു. അത് മെയിൻ സ്ട്രീം പോലെയുള്ള മാധ്യമങ്ങളുടെ കാലത്തെ ആരംഭിച്ച ഒരു ധാരയാണ്. മലയാളത്തിലും അതുണ്ടായിരുന്നു. എം ഗോവിന്ദന്റെ കാലം മുതലേ ആ ധാര മലയാളത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. മുഖ്യധാര ഇത്തരം സാമൂഹ്യ ദൗത്യങ്ങളിൽ നിന്നും അകന്നു പോയെങ്കിലും ഒരു സമാന്തരധാര ശക്തമായി ഈ ദൗത്യം ഉയർത്തിപ്പിടിക്കും എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സമാന്തര മാധ്യമധാര കേരളത്തിൽ അക്കാലത്ത് ശക്തിപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഇപ്പൊ അരവിന്ദാക്ഷേട്ടനൊക്കെ പലപ്പോഴും അത്തരം സമാന്തര ധാരയോടൊപ്പം ഒരുപാട് കാലം സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. അപ്പോൾ ആ ഒരു ധാരയുടെയൊക്കെ തുടർച്ചയായിട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന, എത്തിക്കൽ ജേർണലിസം അല്ലെങ്കിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള മാധ്യമ പ്രവർത്തനം എന്നുള്ള ലക്ഷ്യം ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന, വളരെ ശോഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ധാരയുടെ ഒരു പിന്തുടർച്ചക്കാരാണ് ഞങ്ങളൊക്കെ. അത് വളരെ ശോഷിച്ചിരിക്കുന്ന ഒരു ധാരയാണ്. പക്ഷെ എന്നാലും ആ ധാര ഇപ്പോഴും തുടരുന്നുണ്ട്. മാധ്യമങ്ങൾ പലരും അങ്ങനെ മാറിപ്പോയെങ്കിൽ. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം, ഇപ്പോൾ 90-കൾക്ക് ശേഷം ആവിർഭവിച്ച മറ്റൊരു പ്രശ്നം, മാധ്യമങ്ങൾ ഒരു വശത്ത് അങ്ങനെ മാറിപ്പോയി. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം പിന്നീട് ഈ സംഭവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് യാതനകൾ നമ്മൾ അവതരിപ്പിച്ചാൽ തന്നെ, ഇപ്പം വളരെ ചില മാധ്യമങ്ങൾ മാത്രമേ ആ ഒരു എത്തിക്കൽ ജേർണലിസത്തിൽ തുടരുന്നുള്ളൂ. അവർ യാതനകൾ അവതരിപ്പിച്ചാൽ തന്നെ, ഇപ്പൊ സമൂഹത്തിലെ യാതനകൾ നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചാൽ തന്നെ, ആ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ തന്നെ അതിനോട് പ്രതികരിക്കാത്ത തരത്തിലുള്ള ഒരു സിവിൽ സമൂഹം കൂടി ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ 90-കൾക്ക് ശേഷം അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടിരിക്കുന്ന വലിയൊരു മാറ്റം, സമൂഹത്തിലുണ്ടായിരിക്കുന്ന മാറ്റം. അപ്പൊ അങ്ങനെ ഒരു സമൂഹം കൂടി ഒരു വശത്ത് രൂപപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു ഭരണകൂടം കൂടി അതുകൊണ്ട് ഒരു വശത്ത് രൂപപ്പെടുന്നുണ്ട്. നമ്മൾ എത്ര യാതനകൾ അവതരിപ്പിച്ചാലും ആ ശബ്ദങ്ങളെ കേൾക്കാതിരിക്കുക, അതിന് പരിഹാരം കാണാതിരിക്കുക, അത്തരം രാഷ്ട്രീയ പരിഹാരങ്ങളെ കുറിച്ചിട്ട് നിശബ്ദത പാലിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു ഭരണകൂടവും ഈ യാതനകളെ സാമൂഹ്യ ദൗത്യങ്ങളായി മാറ്റി, മാധ്യമങ്ങൾക്ക് ഇത് പലപ്പോഴും അവതരിപ്പിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ നിർവഹിക്കാൻ കഴിയുള്ളൂ. ഈ യാതനകളെ തുറന്നു കാണിക്കുക, എവിടെയാണ് നീതി എന്നുള്ളതിനെ കുറിച്ച് പറയുക, ആ അനീതി പരിഹരിക്കുന്നതിനായിട്ടുള്ള പലതരം സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ തുറന്നു കാണിക്കുക, ഇതൊക്കെയാണ് മാധ്യമങ്ങൾക്ക് പലപ്പോഴും ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. സാമൂഹ്യ ദൗത്യങ്ങൾ കൂടിയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഇതൊരു സാമൂഹ്യ ദൗത്യമായി ഏറ്റെടുക്കുകയും ഈ യാതനകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പലതരം പൊളിറ്റിക്കൽ എൻഗേജ്മെന്റുകളിൽ വന്നു ചേരുകയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ യാതനകൾ പരിഹരിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ സാമൂഹ്യ ദൗത്യങ്ങളിൽ നിന്നും ഏതാണ്ട് നമ്മളുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ പിന്മാറി, സിവിൽ സൊസൈറ്റിയും ഏതാണ്ട് അത്തരം ദൗത്യങ്ങളിൽ നിന്നും പിന്മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം സാമൂഹ്യ യാതനകൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നേരിടുന്നുണ്ട്. ഇത് മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇതൊരു കൺസേൺ അല്ല. കാരണം അവരെ സംബന്ധിച്ച് സമൂഹം എങ്ങനെ മാറുന്നോ അതിനൊപ്പം അവരും മാറിക്കൊണ്ടിരിക്കും.
അല്ലെങ്കിൽ മാധ്യമങ്ങൾ മാറുന്നതിനൊപ്പം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അവർക്കും താല്പര്യം. അതുകൊണ്ട് അത് അത്ര കൺസേൺ അല്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കൺസേൺ ആണ് ഭരണകൂടത്തിൻ്റെ സ്വഭാവം മാറുന്നതും സിവിൽ സമൂഹത്തിൻ്റെ സ്വഭാവം മാറുന്നതും എന്നുള്ളത്. അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു കൂടാതെ ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു കൊമേഴ്സ്യലൈസേഷൻ, അതിൻ്റെ ഒരു വാണിജ്യവൽക്കരണം ഈ ജനാധിപത്യ ധാരയെ, ഈ സിവിൽ സൊസൈറ്റിയും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ഒക്കെ പങ്കുചേരുന്ന യാതനകൾ പരിഹരിക്കാനായി സജീവമായിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകൾ നടന്നിരുന്ന ജനാധിപത്യ ധാരയെ കൂടുതൽ ദുർബലമാക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു കൊമേഴ്സ്യലൈസേഷൻ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് അനുയോജ്യമായ വിധം മാധ്യമങ്ങൾ പൊതുസമ്മതി നിർമ്മിച്ചു കൊടുക്കുകയാണ് എന്ന് ഇപ്പം നോം ചോംസ്കി പോലുള്ള ആളുകളൊക്കെ മാനുഫാക്ചറിങ് കൺസെന്റ് പോലുള്ള പുസ്തകങ്ങൾ വളരെ വിശദമായിട്ട് അക്കാര്യം തുറന്നു കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറച്ചും കൂടി അമേരിക്കയുടെ ഇറാഖ് വാർ അടക്കമുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് മാധ്യമങ്ങൾ സമ്മതികൾ നിർമ്മിച്ചത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതേ കാര്യം ഇവിടെ മുതലാളിത്ത താല്പര്യങ്ങൾ, കോർപ്പറേറ്റ് മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭരണകൂടങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി മാധ്യമങ്ങൾ എങ്ങനെയാണ് കൺസെന്റുകൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയും വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. മാധ്യമങ്ങളുടെ ഓണർഷിപ്പ് മാറിപ്പോയി, മാധ്യമങ്ങളുടെ സ്വഭാവം മാറിപ്പോയി, അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ സ്വഭാവം മാറിപ്പോയി, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിന്റെ സ്വഭാവം മാറിപ്പോയി, സിവിൽ സൊസൈറ്റിയുടെയും സ്വഭാവത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഇടർച്ചകളും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സമാന്തര ധാര ഇന്ത്യയിൽ വേറൊരു തരത്തിൽ ശക്തിപ്പെട്ടു വരികയുണ്ടായി ഈ 21ാം നൂറ്റാണ്ടിൽ. ഇൻഡിപെൻഡന്റ് ജേർണലിസത്തിന്റെ ഒരു പുതിയ ധാര. ഇപ്പോൾ മാധ്യമങ്ങളിൽ നടന്ന വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ രവീഷ് കുമാറിനെ പോലെ അല്ലെങ്കിൽ രാജ്ദീപ് സർദേശായിയെ പോലുള്ള പല മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ CNN, IBN, റിലയൻസ് വാങ്ങുന്ന സമയത്താണ് രാജ്ദീപ് സർദേശായി അതിൽ നിന്ന് രാജിവെച്ച് പോകുന്നത്. അതുപോലെ NDTV, അദാനി വാങ്ങുന്ന സമയത്താണ് അതിൽ നിന്നും രവീഷ് കുമാർ രാജിവെച്ച് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വലിയ പ്രമുഖ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഈ പറയുന്ന കൊമേഴ്സ്യലൈസേഷനെതിരെ പ്രതികരിച്ചുകൊണ്ട് അത്തരം മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട് 2000-ന് ശേഷം ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ. ആ സമയത്ത് തന്നെയാണ് ഇന്ത്യയിൽ ഒരു ഇൻഡിപെൻഡന്റ് ജേർണലിസം പുതിയതായി എമർജ് ചെയ്ത് വരുന്നത്. ഇപ്പം ദ വയർ പോലുള്ള പോർട്ടലുകൾ, സിദ്ധാർത്ഥ് വരദരാജനെ പോലുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് അത്തരത്തിലുള്ള പുതിയൊരു ഇൻഡിപെൻഡന്റ് ജേർണലിസം, ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവോടെ നമ്മൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ മനുഷ്യ യാതനകളെ തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള, അതിന് പരിഹാരം കാണുന്ന തരത്തിലുള്ള ഒരു പുതിയ മാധ്യമ പ്രവർത്തനത്തിന്റെ പുതിയ ഇടമായി ഡിജിറ്റൽ സ്പേസിനെ കണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഒരു പുതിയ ധാര ഉയർന്നു വരുന്നുണ്ട്. അവർ പലരും മുഖ്യധാരാ മാധ്യമങ്ങളുടെ സ്വഭാവങ്ങൾ മാറിപ്പോയതിനോട് കലഹിച്ചുകൊണ്ട് പുറത്തു വന്ന ആളുകളാണ്. സിദ്ധാർത്ഥ് അടക്കം, രവീഷ് കുമാർ അടക്കമുള്ള ആളുകളൊക്കെ അത്തരം വലിയ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ കലഹിച്ച് പുറത്തു വന്ന ആളുകളാണ് കൂടുതലും. ഇപ്പോൾ വൈറലൊക്കെ വന്ന തുടക്കകാലത്തെ മിക്ക ജേർണലിസ്റ്റുകളും ഇന്ത്യയിലെ മുഖ്യധാരാ പത്രങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. ആ പത്രങ്ങളിൽ അവർക്കിടമില്ല, അവർ കരുതുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിന് ഇടമില്ലാതെ വന്നപ്പോൾ അവർ പുതിയ ഒരു പുതിയൊരു ധാര സൃഷ്ടിക്കുകയാണ് ഇൻഡിപെൻഡന്റ് ജേർണലിസത്തിന്റെ. പക്ഷെ ഇതിനോട് എങ്ങനെയാണ് നമ്മളുടെ ഈ ധാര ഇംഗ്ലീഷിൽ മാത്രമല്ല, ഇത് മലയാളത്തിലും മറ്റു നാട്ടുഭാഷകളിലൊക്കെയും ഇത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ജേർണലിസത്തിന്റെ ധാര ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ആശ്രയിച്ച് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ കേരളീയൊക്കെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഈ ഒരു ധാരയെ കണ്ടിട്ട് അതിന്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളും അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ സ്പേസിലേക്ക് മാറുന്നത് ഈ ധാരയുടെ ഭാഗമായിട്ടാണ്. ആ ധാര തന്ന ഒരു ശക്തി നമ്മളുടെ അത്തരം തീരുമാനങ്ങളുടെ പിന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ ധാരയോട് എങ്ങനെയാണ് ഭരണകൂടം പ്രതികരിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ വളരെ വിമർശനാത്മകമായി ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇവർക്കെതിരെ എല്ലാം ഇപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ധാരയുടെ ഭാഗമായി നിന്നുകൊണ്ട് പുതിയ തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിലേക്ക്, എന്ന് വെച്ചാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഉപേക്ഷിച്ച എത്തിക്കൽ ജേർണലിസത്തിലേക്ക് എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകരോട് എങ്ങനെയാണ് ഭരണകൂടം പെരുമാറിയത്, എങ്ങനെയാണ് ഭരണകൂടം അവരോട് പ്രതികരിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവർക്കെതിരെ എല്ലാം നിരവധി പോലീസ് കേസുകൾ നിലവിലുണ്ട്. അത് പലതും രാജ്യദ്രോഹ കുറ്റപ്രകാരമുള്ള കേസുകളാണ്. UAPA കേസുകൾ എടുത്ത ആളുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് പ്രബീർ പുരകായസ്ഥ എന്നുള്ള ന്യൂസ് ക്ലിക്കിന്റെ മാധ്യമപ്രവർത്തകനെതിരെയുള്ള കേസ് തെളിവുകളില്ല, ED കേസിൽ തെളിവില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആ കേസ് ക്വാഷ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. എത്രയോ ദിവസമാണ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്റർ പ്രബീർ പുരകായസ്ഥ, അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്തും ജയിലിൽ കിടന്ന വ്യക്തി കൂടിയാണ്. സിദ്ധാർത്ഥ് വരദരാജനെതിരെ അത്തരത്തിൽ കേസുകളുണ്ട്. പരഞ്ജയ് ഗുഹാത്ത കുർത്ത, അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ നിരവധി അഴിമതികൾ തുറന്നു കാണിച്ച പരഞ്ജയ് ഗുഹാത്ത കുർത്ത നിരന്തരം അദ്ദേഹത്തിനെ എത്രയോ കേസുകളിൽപ്പെടുത്തി അദ്ദേഹത്തെ ഭരണകൂടം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ വ്യക്തികളെ എടുത്തു നോക്കിയാലും ഇപ്പോൾ രവീഷ് കുമാറിനെതിരെ അത്തരം സെഡിഷൻ അടക്കമുള്ള കേസുകൾ ചാർത്തിയിട്ടുണ്ട്.
അതുപോലെ ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഉപയോഗിച്ച് ഫാക്ട് ചെക്ക് ജേർണലിസം ചെയ്യുന്ന പ്ലാറ്റ്ഫോം മുഹമ്മദ് സുബൈറിന്റെ ഓൾട്ട് ന്യൂസ്. മുഹമ്മദ് സുബൈർ ഏറെക്കാലം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല, നാട്ടുഭാഷകളിലും ഉണ്ട്. നമ്മളത് പലപ്പോഴും നമ്മളുടെ അടുത്ത് വാർത്തകളായി അത് എത്താറില്ല. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷാ പത്രങ്ങളിലുള്ള ജേർണലിസ്റ്റുകളും ഇത്തരത്തിൽ നിരന്തരം ഭരണകൂട വേട്ട നേരിടുന്നുണ്ട്, എത്തിക്കൽ ജേർണലിസം ചെയ്തതിന്റെ പേരിൽ മാത്രം. ഞാൻ ഒരാളുടെ ഉദാഹരണം മാത്രം പറയാം. കാരണം അദ്ദേഹത്തിന്റെ ആത്മകഥ കേരളീയത്തിൽ ഞാൻ വളരെ വേദനയോടെ ഞാൻ തന്നെയാണ് അത് ടൈപ്പ് സെറ്റ് ചെയ്ത് കേരളീയത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് സിദ്ദിഖ് കാപ്പൻ എന്നാണ്. അദ്ദേഹം അഴിമുഖം എന്നൊരു ന്യൂസ് പോർട്ടലിൽ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഹത്രസിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നൊരു സംഭവം ഉണ്ടായി. അവിടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഭരിക്കുമ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ആ വീഴ്ച മൂടി വെക്കാനുള്ളൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. കോവിഡിന്റെ ഒരു തുടക്കകാലമായിരുന്നു അത്. എന്നാലും കോവിഡിന്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള നിയന്ത്രണങ്ങളെ വകവെക്കാതെ രാഹുൽ ഗാന്ധി, അന്ന് പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല അദ്ദേഹം, അന്ന് പ്രതിപക്ഷ നേതാവ് ആവാനുള്ള ഭൂരിപക്ഷം പോലും അന്ന് നമ്മളുടെ പ്രതിപക്ഷ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും രാഹുൽ ഗാന്ധി അന്ന് ഹത്രസിൽ എത്തുന്നുണ്ട്. അതോടെ മാധ്യമങ്ങളൊന്ന് ഉണരുന്നുണ്ട്. ഡൽഹിയിലുള്ള കുറച്ച് ഇത്തരം ഇൻഡിപെൻഡന്റ് മാധ്യമങ്ങൾ, പ്രധാന മാധ്യമങ്ങളല്ല, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ എത്തിക്കൽ ജേർണലിസം ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ഒരു ഉണർച്ച ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ദീർഘകാലമായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന സിദ്ദിഖ് കാപ്പൻ എന്നുള്ള ഈ മാധ്യമ പ്രവർത്തകൻ ഹത്രസിലേക്ക് പോകാനായിട്ട് നോയിഡയിൽ നിന്ന് യു പിയിലേക്ക് പോകുന്ന വഴിയിൽ നോയിഡയിലെ ഒരു ടോൾ ഗേറ്റിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും യു പിയിലെ ജയിലിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ച ആളുകളെയും മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഹത്രസിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ചോദ്യം. അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം അതിന്റെ കാർഡും മറ്റ് രേഖകളൊക്കെ ഹാജരാക്കുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേരായിരിക്കാം കൂടുതൽ പ്രശ്നമായി മാറിയത്. അദ്ദേഹം ചോദ്യം ചെയ്യാനെന്ന രൂപത്തിൽ യു പിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. ഈ ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള നോയിഡ എന്ന് പറയുമ്പോൾ യു പിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റപ്പെടുന്നു. തുടർന്ന് ആ ചോദ്യം ചെയ്യൽ വളരെയധികം നീണ്ടുപോകുന്നു. ദിവസങ്ങളോളം നീണ്ടുപോകുന്നു. അതൊരു പോലീസിൽ ഹാജരാക്കാതെ ദിവസങ്ങളോളം നീണ്ട ചോദ്യം ചെയ്യലിന് അദ്ദേഹം വിധേയനാകുന്നു. അവസാനം ഒരു തരത്തിലുള്ള ജാമ്യവും ലഭിക്കാതെ കോവിഡ് കാലത്ത്, നമ്മളെല്ലാം വീടുകളിൽ വളരെ സുരക്ഷിതരായി ഇരിക്കാൻ ശ്രമിച്ച കോവിഡ് കാലത്ത് യാതൊരുവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാത്ത യു പിയിലെ മധുര പോലുള്ളൊരു ജയിലിൽ, ആ ജയിൽ അനുഭവങ്ങളാണ് അദ്ദേഹം കേരളത്തിൽ എഴുതിയത്. അത് വളരെ ഹൃദയഭേദകമായ അനുഭവങ്ങളാണ്. യു പിയിലെ മധുര ജയിലിൽ അദ്ദേഹം അടയ്ക്കപ്പെടുകയാണ്. മധുര ജയിലിൽ ഒന്നുമില്ല, കോവിഡ് വന്ന് മരിച്ചു പോവുക ജയിലിൽ കിടക്കുകയാണെങ്കിൽ. കാരണം അത്രയും കോവിഡ് നിയന്ത്രണങ്ങളൊന്നും പാലിക്കാത്ത മധുര എന്നൊക്കെ പറയുന്നത് യു പിയിലെ അത്രയും നിയമവാഴ്ച ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ഒരു ജയിലിൽ ഒരു കോവിഡ് കാലത്ത് അദ്ദേഹം അടയ്ക്കപ്പെടുകയാണ്. അദ്ദേഹം അവശനായി രോഗിയായി മാറിയ ശേഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ യു പി മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതുന്നത്. അതും ഒരുപാട് സമ്മർദ്ദം കേരളത്തിന്റെ പല സാമൂഹ്യ പ്രവർത്തകരുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായ ശേഷമാണ് ആദിത്യനാഥിന് ഒരു കത്തെഴുതാൻ നമ്മളുടെ മുഖ്യമന്ത്രി തയ്യാറാകുന്നത്. അങ്ങനെ ഒരു കത്തെഴുതിയതിന്റെ പേരിലാകാം പിന്നീട് അദ്ദേഹത്തിന്റെ മോചനത്തിലേക്കുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ അദ്ദേഹം യു പിയിലെ ജയിലിലും ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത യു പിയിലെ ആശുപത്രികളിലൊക്കെ അദ്ദേഹം കണ്ട കോവിഡ് കാല ജീവിതമുണ്ട്. അത് അതിഭീകരമായ ഒരു ജയിലനുഭവമാണ്. അപ്പൊ ഇതാണ് ഹാത്രസിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് മരിച്ച ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ചൊരു മാധ്യമപ്രവർത്തകൻ, മലയാളിയായ ഒരു മാധ്യമപ്രവർത്തകൻ ഉണ്ടായ ഒരു അനുഭവമാണ് ഇത്. മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും ഇത്തരത്തിലൊരു അനുഭവം ഭരണകൂടത്തിന്റെ സ്വഭാവം മാറുന്നത് കൊണ്ട് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതൊരു പൊതു അനുഭവമായിട്ട് മാറുകയാണ് ഇത്തരം ജയിലുകളും ഇത്തരം ജയിലനുഭവങ്ങളും. ഭീമ കൊറേഗാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട, ഇതിന് തൊട്ടു മുന്നേ നടക്കുന്ന ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേസായിരുന്നു ഭീമ കൊറേഗാവിലെ നിരവധി സാമൂഹ്യ പ്രവർത്തകർ അറസ്റ്റിന് കാരണമായ ഭീമ കൊറേഗാവ് കേസ്. അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട മിക്ക ആളുകളും ഒരു തരത്തിൽ മാധ്യമപ്രവർത്തകർ കൂടിയായിരുന്നു. ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിറയെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആനന്ദ് തെൽത്തുംദെ, അദ്ദേഹം എത്രയോ മാധ്യമങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു. ഗൗതം നവ്ലാഖ് എത്രയോ കാലമായി EPW അടക്കമുള്ള മാധ്യമങ്ങളിൽ എഴുതിയിരുന്ന, മെയിൻ സ്ട്രീമിൽ എഴുതിയിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് തുറന്നു കാണിച്ച ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. പലരും അതിൽ മാധ്യമപ്രവർത്തകർ കൂടിയായിരുന്നു, അഭിഭാഷകരായിരുന്നു, സാമൂഹ്യ നീതിക്ക് വേണ്ടി, മനുഷ്യ യാതനകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശബ്ദിച്ച മനുഷ്യരായിരുന്നു. എത്രയോ പേരെ, 16 പേരെയാണ് ഇന്ത്യയിലെ സാമൂഹ്യ പ്രവർത്തകരെ ഒരുമിച്ച് ജയിലിലിട്ടത് 2019 തുടർച്ചയായിട്ട്. ഇവരെല്ലാം ജയിലനുഭവം, ഞാൻ ഈ സിദ്ദിഖ് കാപ്പന്റെ ആത്മകഥ കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി വായിച്ചത് സമയത്ത് ഞാൻ ഈ ജയിലനുഭവങ്ങളെല്ലാം ഒരുവിധം വായിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിൽ ആനന്ദ് തെൽത്തുംദെ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് പുസ്തകം എഴുതിയിരുന്നു, ഷോമാ സെൻ പുസ്തകം എഴുതിയിരുന്നു, സുധാ ഭരദ്വാജ് പുസ്തകമായി എഴുതിയില്ല, പക്ഷെ അവർ ജയിലനുഭവങ്ങൾ കുറച്ച് ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയിരുന്നു. അങ്ങനെ ഈ ജയിലിൽ നിന്നും പുറത്തു വന്ന പലരും, സ്റ്റാൻ സ്വാമി ജയിലിൽ നിന്നും കുറിപ്പുകൾ എഴുതിയിരുന്നു. അദ്ദേഹം ജയിലിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന വളരെ വിഷമകരമായ അവസ്ഥ. സ്റ്റാൻ സ്വാമിയെ കുറിച്ച് പറയുമ്പോൾ വലിയ വിഷമമുണ്ട്. അങ്ങനത്തെ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായി. അപ്പോൾ ഈ ജയിലനുഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ സിദ്ദിഖ് കാപ്പന്റെ ജയിലനുഭവങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല.
മാത്രമല്ല, ഞാൻ അടുത്തിടയ്ക്ക് ഒരു പുസ്തകം ദിലീപ് രാജ് എസ് സഞ്ജീവും ചേർന്ന് എഡിറ്റ് ചെയ്ത് എഴുതി ഒരു പുസ്തകം അടുത്തിടയ്ക്ക് പുറത്തിറക്കിയുണ്ടായി. അത് പണ്ട് പച്ചക്കുതിരയിൽ അവർ സമാഹരിച്ചിരുന്ന എഴുത്തുകളാണ്. അത് 1975-നും 1977-നും ഇടയിൽ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ ജയിലിൽ കിടന്ന അന്നത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ അനുഭവങ്ങളായിരുന്നു. 1975-നും 77-നും ഇടയിൽ, അന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ ജയിലനുഭവങ്ങൾ രാജൻ പറയാത്ത കഥകൾ എന്ന പേരിൽ ഒരു പുസ്തകമായിട്ട് ദിലീപ് രാജ് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയിരുന്നു. ഈ ജയിലനുഭവങ്ങളുടെ പുസ്തകം കൂടി ഞാൻ ഈ സമയത്ത് വായിക്കുന്നു. ഈ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് ഇന്ത്യയിലെ ജയിലിൽ കിടന്ന ആ മനുഷ്യർ, 10-ലധികം മനുഷ്യരുടെ കഥകളാണ് ആ പുസ്തകത്തിലുള്ളത്. അതിലും എത്രയോ ദയനീയമായ കഥകളാണ് സ്റ്റാൻസ്വാമി പറഞ്ഞത്, അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് മരിച്ച സ്റ്റാൻസ്വാമി പറഞ്ഞത്, ജയിലിൽ കിടന്നത് കാരണം രോഗബാധിതനായി മരിച്ച സായിബാബ പറഞ്ഞത്, അല്ലെങ്കിൽ ഷോമാസൻ പറഞ്ഞത്, സുധാ ഭരദ്വാജ് പറഞ്ഞത്, ഇന്ത്യയിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനും പ്രൊഫസറും ഒക്കെ ആയിട്ടുള്ള ആനന്ദ് തെൽത്തുംദെ പറഞ്ഞത്, സിദ്ദിഖാപ്പൻ പറഞ്ഞത്. അപ്പൊ അടിയന്തരാവസ്ഥയേക്കാൾ വളരെ മോശപ്പെട്ട ഒരു ജയിൽ അനുഭവങ്ങളിലൂടെയാണ് ഈ മനുഷ്യർക്കൊക്കെ അടിയന്തരാവസ്ഥ ഇല്ലാത്ത, നമ്മളെല്ലാം സുരക്ഷിതരായിരിക്കാൻ പരമാവധി ശ്രമിച്ച കോവിഡ് കാലത്ത് ഈ മനുഷ്യരെല്ലാം ഈ ജയിലുകളിൽ കടന്നുപോയത് അത്തരം അനുഭവങ്ങളിലൂടെയാണ്. ഈ രീതിയിലാണ് മാധ്യമ പ്രവർത്തനത്തോട്, സാമൂഹ്യ പ്രവർത്തനത്തോട് ഭരണകൂടം ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ നമ്മൾ സിവിൽ സൊസൈറ്റി എങ്ങനെ ഇതിനോട് എൻഗേജ് ചെയ്യുന്നു, നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ പ്രതികരണങ്ങൾ ഇതിൽ എന്തായിരുന്നു എന്നത് കൂടി നമ്മൾ വളരെ വിമർശനാത്മകമായി ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ പ്രതികരണങ്ങൾ എത്രത്തോളം ഈ അനീതികളെ തുറന്നു കാണിക്കാൻ വേണ്ടി ശക്തമായിരുന്നു, എത്രത്തോളം ശക്തമായി ഈ കാര്യങ്ങളോട് നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് തീർച്ചയായിട്ടും യാതനകൾ പരിഹരിക്കാനുള്ള മാധ്യമപ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നത്. കാരണം യാതനകൾ പരിഹരിക്കാനായി നടക്കുന്ന വളരെ എത്തിക്കലായ ജേർണലിസത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി എത്തിക്കലായിട്ടുള്ള ആർഗ്യുമെന്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിവിൽ സൊസൈറ്റിയാണ്. അത് പരസ്പരം കൈകോർത്തുകൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയധികം അനീതികൾ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സിവിൽ സൊസൈറ്റി ഈ അനീതികൾക്കെതിരെ ശക്തമായി നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾക്കും, യാതനകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്കും ശക്തമായി നിലനിൽക്കാൻ കഴിയുള്ളൂ. ഈ രണ്ടു കൂട്ടർക്കും എവിടെയോ ശക്തി ചോർന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഭരണകൂടത്തിന്റെ സ്വഭാവത്തിൽ വന്ന ഈ മാറ്റം അതിനൊരു കാരണമായിട്ട് തീർന്നിട്ടുണ്ടാവാം. ഒരു ജേർണലിസ്റ്റിന്റെ ഉദാഹരണം കൂടി ഞാൻ പറയാം. അതും ഒരു രാഷ്ട്രീയ വിഷയമാണ്. നിരഞ്ജൻ താക്ലെ, അദ്ദേഹം ആണ് കാരവനിൽ വലിയ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിരുന്നു. അദ്ദേഹമാണ് സോഹ്റാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷാ, ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്, അമിത്ഷാ വിചാരണ അഭിമുഖീകരിക്കാതിരുന്നപ്പോൾ അമിത്ഷാ വിചാരണയ്ക്ക് വരണം എന്ന് നിർബന്ധമായും പറഞ്ഞ ജഡ്ജി ലോയ, അമിത്ഷാ വിചാരണയ്ക്ക് വരണമെന്ന് നിർബന്ധമായും പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഒരു നവംബർ 30-ന് അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഡിസംബർ 13-നായിരുന്നു അമിത്ഷായോട് കോടതിയിൽ കൊല്ലപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം മരണപ്പെടുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം, ലോയയുടെ മരണകാരണം. നവംബർ 30-ന് ജഡ്ജി ലോയ മരണപ്പെടുന്നു. ഡിസംബർ 13-നായിരുന്നു അമിത്ഷായോട് കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞത്. അത് സഹ്റാബുദ്ദീൻ ഷേഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതിയാണ് അമിത്ഷാ. അന്ന് ആഭ്യന്തരമന്ത്രി ആയിട്ടില്ല. അപ്പൊ ആ സമയത്ത് ജഡ്ജി ലോയ ഈ കേസിൽ ജഡ്ജി ലോയയുടെ ബെഞ്ച് എടുക്കുന്നതിന് തൊട്ട് മുന്നേ നവംബർ 30-ന് നാഗ്പൂരിൽ വെച്ച് ഹൃദയാഘാതം കാരണം 47 വയസ്സുകാരനായിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ മരണപ്പെടുന്നു. പക്ഷെ കുടുംബത്തിന് ഈ മരണത്തിൽ സംശയമുണ്ട്. ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. കാരണം ഇത് അമിത്ഷയ്ക്കെതിരെ സംസാരിക്കാൻ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങൾക്കും പേടിയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് മറാത്തയിലെ ഒരു പ്രാദേശിക ലേഖനായിട്ടുള്ള പല പത്രങ്ങളിലും പ്രവർത്തിച്ച നിരഞ്ജൻ താക്ലെ ഈ കുടുംബത്തെ പോയി കാണുകയും ഈ വിഷയം വളരെ വിശദമായിട്ട് അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത ശേഷം നിരഞ്ജൻ താക്ലെ ഇന്ത്യയിലെ വളരെ പ്രമുഖമായിട്ടുള്ള മലയാളികൾ നടത്തുന്ന ദ വീക്ക് എന്ന പ്രസിദ്ധീകരണത്തിന്, മലയാള മനോരമയുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള വീക്കിന് ഈ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നു. വീക്ക് ആ റിപ്പോർട്ട് എടുത്തില്ല, വീക്ക് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് അമിത്ഷാക്കെതിരെ, അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, പക്ഷെ എന്നാലും വീക്കിന് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ റിപ്പോർട്ട് പിന്നീട് കാരവന്റെ ബെഞ്ചിലേക്ക് വരുന്നത്. കാരവൻ വളരെ വിശദമായിട്ട് പിന്നെയും കുറെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത് പരിശോധിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കാലഗണന നോക്കുമ്പോൾ നവംബർ 30-ന് ജഡ്ജി ലോയ മരിക്കുന്നു. ഡിസംബർ 13-നായിരുന്നു കേസ്. ആ കേസ് പിന്നീട് നീട്ടിവെച്ചു. ഡിസംബർ 30-ന് അമിത്ഷാ ഈ കേസിൽ നിന്നും, പുതിയ ജഡ്ജി കേട്ട ഈ കേസിൽ നിന്നും അമിത്ഷാ ഒഴിവാക്കപ്പെടുന്നു. അമിത്ഷാ ഈ സഹ്റാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിലെ പ്രതി എന്ന നിലയിൽ അമിത്ഷാ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അപ്പൊ ഈ കാലഗണന നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. നിരഞ്ജൻ താക്ലേക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? കാരവൻ വലിയ രീതിയിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതിന്റെ ഭാഗമായിട്ടുള്ള പല പ്രശ്നങ്ങളും ആ സ്ഥാപനത്തിന് പിന്നീട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സ്ഥാപനത്തിന്റെ എഡിറ്റർ ഡൽഹിയിൽ നിന്നും മാധ്യമ പ്രവർത്തനം തന്നെ നിർത്തി ഇപ്പോൾ വയനാട്ടിൽ, കേരളത്തിൽ വന്ന് വിനോദ് കെ ജോസ് ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അതിന്റെ പിന്നിൽ ഇത്തരം കാരണങ്ങൾ ഉണ്ടാകാം. ഇത്തരത്തിൽ ഭരണകൂടത്തെ
ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ വളരെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. നിരഞ്ജൻ താക്കളെ പിന്നീട് ഒരു സ്ഥലത്ത് എഴുതിയിരുന്നു. എനിക്ക് അതിനുശേഷം ഞാനൊരു ഇൻഡിപെൻഡന്റ് മാധ്യമപ്രവർത്തകനായി മാറി. കാരണം എനിക്ക് വേറെ എവിടെയും ജോലി കിട്ടുന്നില്ല. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് വന്ന ശേഷം എഴുതിയിരുന്നു. അദ്ദേഹം കാരവന്റെ സ്റ്റാഫ് ആയിരുന്നില്ല, ഒരു കമ്മീഷൻഡ് റൈറ്റർ ആയിരുന്നു. പല സ്ഥലത്തും അദ്ദേഹം ജോലിക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ജോലി കിട്ടിയിട്ടില്ല. അദ്ദേഹം മറാത്തയിലെ ഒരു സാധാരണ ജേർണലിസ്റ്റായിട്ട്, ഒരു ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റായിട്ട് ഇപ്പോൾ തുടരുകയാണ് നിരഞ്ജൻ താക്കളെ ചെയ്യുന്നത്. പക്ഷേ ഡിസംബർ 30 കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അമിത്ഷാ പിന്നീട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായി തീർന്നു. ഇപ്പോൾ അദ്ദേഹം ഈ ഇന്ത്യ മുന്നണിയിലുള്ള പല പാർട്ടികളെയും പിളർത്തിക്കൊണ്ട് എങ്ങനെ ഒരു പാർലമെന്റിൽ ഒരു ഭൂരിപക്ഷം എങ്ങനെ കണ്ടെത്താൻ എന്നുള്ള വളരെ ഊർജിതമായ ശ്രമങ്ങളിലാണ് അമിത്ഷാ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പം ഈ കഴിഞ്ഞ ദിവസം തൃണമൂൽ പിളർന്നു. ഒരുപക്ഷെ ഉദ്ധവിന്റെ പാർട്ടി അടുത്ത ദിവസം പിളർന്നേക്കാം. പല കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു മൃഗീയ ഭൂരിപക്ഷം പാർലമെന്റിൽ അവർക്ക് വന്നു ചേർന്നേക്കാം. അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് അമിത്ഷാ നേതൃത്വം കൊടുക്കുന്നു. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ മാധ്യമപ്രവർത്തകൻ തൊഴിലില്ലാതെ മറാത്തയിലെ പല പത്രങ്ങളിലും ഇപ്പോഴും കയറിയിറങ്ങുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇന്ത്യയിലുണ്ട്. മലയാളിയായ മറ്റൊരു പത്രപ്രവർത്തകൻ, ഞാൻ ഈ സന്ദർഭത്തിൽ ഉറക്കുകയാണ്, ആർ രാജഗോപാൽ. അദ്ദേഹം ആനന്ദ് ബസാർ പത്രികയുടെ ഗ്രൂപ്പിന്റെ പത്രമായിട്ടുള്ള ടെലഗ്രാഫിന്റെ എഡിറ്ററായിരുന്നു. ഭരണകൂടത്തെ നിശിതമായി വിമർശിക്കുന്ന, പ്രത്യേകിച്ച് 2014 ശേഷം ഇന്ത്യയിൽ രൂപം കൊണ്ട NDA മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഭരണകൂടത്തെ നിശിതമായി വിമർശിക്കുന്ന നിരവധി തലക്കെട്ടുകൾ ടെലഗ്രാഫിൽ എഴുതിയതിന്റെ പേരിലുള്ള അപ്രീതി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹം ആദ്യം എഡിറ്റർ അറ്റ് ലാർജ് ആയിട്ട് ഡീപ്രമോട്ട് ചെയ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹം തൊഴിലില്ലാത്ത ഒരാളായിട്ട് ഇപ്പോൾ കേരളത്തിലും കൊൽക്കത്തയിലുമായിട്ട് ജീവിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ SIR പ്രക്രിയ വന്ന സമയത്ത് അദ്ദേഹത്തിന് ജോലി മാത്രമല്ല പോയത്, പൗരത്വം കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ വോട്ടും കൂടി നഷ്ടമായി. കൊൽക്കത്തയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ടായി. അത് മറ്റൊരു SIR-നെ സംബന്ധിച്ചുള്ളത് മറ്റൊരു ചർച്ച. ഞാൻ ഈ സാഹചര്യത്തിൽ അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. ഈ തരത്തിലുള്ള ക്രൈസിസ്, മാധ്യമപ്രവർത്തനം, നീതിക്ക് വേണ്ടിയുള്ള ഒരു മാധ്യമപ്രവർത്തനം, അല്ലെങ്കിൽ യാതനകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ വളരെ 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 ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിത് സംഭാഷണം നിർത്താമെന്ന് കരുതുന്നു. അത് നവമാധ്യമങ്ങളുടെ ഒരു കടന്നുകയറ്റമാണ്. അത് ഞാൻ ആദ്യം സംഭാഷണം തുടങ്ങുന്ന സമയത്ത് സൂചിപ്പിച്ച ദ ഓവർ ക്രൗഡിനെസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ മീഡിയ സാച്ചുറേഷൻ, മാധ്യമങ്ങളുടെ ആധിക്യം, അതിൻ്റെ ഒരു സാന്ദ്രത വർദ്ധിച്ചിരിക്കുന്ന പ്രശ്നം ഉണ്ട്. ഇപ്പം ഞാൻ ഈ സംഭാഷണം നടത്തിയ ഈ സമയത്തിനുള്ളിൽ തന്നെ എത്രയോ ഉള്ളടക്കങ്ങൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടാകും. ഇതൊന്നും വളരെ നിഷ്കളങ്കമായി നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ഉള്ളടക്കങ്ങളല്ല. ഏതുള്ളടക്കങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യണം എന്ന് കൃത്യമായി തീരുമാനിക്കപ്പെട്ട ശേഷമാണ് നമ്മളുടെ ഫോണിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു വാർത്ത മാധ്യമങ്ങൾ രൂപപ്പെടുന്ന കാലത്ത് നമ്മളൊരു വായനക്കാരനായിരുന്നു, ഒരു വായനക്കാരിയായിരുന്നു. പിന്നെ നമ്മളൊരു മാധ്യമങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഒരു കൺസ്യൂമറായി മാറി. പക്ഷെ ഇപ്പോൾ നമ്മൾ കൺസ്യൂമർ അല്ല, ഇപ്പം നമ്മളാണ് പ്രോഡക്റ്റ്. സോഷ്യൽ മീഡിയ വന്ന ശേഷം നമ്മൾ പ്രോഡക്റ്റാണ്, നമ്മളെ സെല്ല് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമറിൽ നിന്നും നമ്മളൊരു പ്രോഡക്റ്റായി മാറി. നമ്മൾ ഉപഭോക്താവല്ല, നമ്മൾ ശരിക്കും ഒരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കി നമ്മളുടെ ഡേറ്റ വലിയ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് വിൽക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന 3 സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഇത് 3 ഒരൊറ്റ കമ്പനിയാണ്. മെറ്റ എന്ന് പറയുന്ന ഒറ്റ കമ്പനിയാണ്, മാർക്ക് സുക്കർബർഗിന്റെ കമ്പനിയാണ്. ഈ 3 പ്ലാറ്റ്ഫോമിനെ നിയന്ത്രിക്കുന്നത് ഒറ്റ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ 3 പ്ലാറ്റ്ഫോമിനെ നിയന്ത്രിക്കുന്നത്. അവരെങ്ങനെയാണ് നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ, നമ്മളിതിൽ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ, നമ്മളുടെ വ്യക്തിഗത താല്പര്യങ്ങൾ, നമ്മളുടെ ചോയ്സസ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വ്യക്തിഗത വിവരങ്ങൾ അവർ ഫേസ്ബുക്ക് എന്നുള്ള ഈ പ്ലാറ്റ്ഫോം, മെറ്റ എന്ന് പറയുന്ന ഈ കമ്പനി എങ്ങനെയാണ് വിറ്റിട്ടുള്ളത്, അവർ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത് എങ്ങനെ വിറ്റു എന്നുള്ളതിനെ കുറിച്ച് വളരെ സുപ്രധാനമായ ഒരു കേസ് 2016 അമേരിക്കയിൽ വരികയുണ്ടായി. അമേരിക്കൻ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഫേസ്ബുക്കിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികളുടെ വിവരങ്ങൾ എങ്ങനെയാണ് സുക്കർബർഗ് ഈ ട്രംപിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട്, റിപ്പബ്ലിക്കൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കൈമാറിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വലിയ ചർച്ച, എത്തിക്കൽ ക്വസ്റ്റ്യൻ അമേരിക്കയിൽ ഉയർന്നു വരികയുണ്ടായി. കേംബ്രിഡ്ജ് അനലിറ്റിക്ക കേസ് നമ്മൾ പലരും ആ സമയത്ത് വായിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും വലിയ ചർച്ചയൊന്നും വന്നില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ പരമാവധി ഫേസ്ബുക്കിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള വലിയൊരു ഓട്ടത്തിലാണ്, വളരെ എന്താ പറയുക, ഒരു അർത്ഥമില്ലാത്തൊരു ഓട്ടത്തിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെ കേംബ്രിഡ്ജ് അനലിറ്റിക്ക പ്രശ്നം ഇവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നില്ല. അമേരിക്കൻ ഇലക്ഷനെ എങ്ങനെയാണ് ഫേസ്ബുക്ക് സ്വാധീനിക്കാൻ ശ്രമിച്ചത്, ട്രംപിന് വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്നുള്ള ഒരു കേസ് ഉയർന്നു വന്നിരുന്നു. അതിന്റെ പേരിൽ അമേരിക്കൻ കോൺഗ്രസിൽ പോയി ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് സുക്കർബർഗിന് മാപ്പ് പറയേണ്ടി വരുന്ന സാഹചര്യം അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്തോറും നമ്മൾ ഒരു പ്രോഡക്റ്റായി മാറുകയാണ്. നമ്മളെന്ന പ്രോഡക്റ്റിനെ അവർ വിറ്റഴിക്കുകയാണ്.
അവർ തരുന്ന വിവരങ്ങൾ, അവർ അരിച്ചെടുത്ത വിവരങ്ങളാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അൽഗോരിതമാണ് ഈ വിവരങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമല്ല വിവരങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. പലപ്പോഴും ഈ കമ്പനികൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അൽഗോരിതങ്ങളാണ് ഏത് വിവരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തണം തീരുമാനിക്കുന്നത്. ഇപ്പൊ കേരളീയത്തിന്റെ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, കൂടാതെ നിരവധി പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ കേരളീയത്തിന്റെ ഫീഡുകൾ നിങ്ങളിലേക്ക് എത്തില്ല. കേരളീയത്തിന്റെ ഫീഡുകൾ നിങ്ങളിലേക്ക് എത്തേണ്ടതല്ല എന്ന് ഈ അൽഗോരിതം തീരുമാനിച്ചിട്ടുണ്ട്. അൽഗോരിതം ബയസ് എന്നാണ് അതിന് പറയുന്നത്. അൽഗോരിതം തീരുമാനിച്ചിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ച് കൂടുതൽ കാണുന്ന വിഷയങ്ങളായിരിക്കും ഒരുപക്ഷെ അൽഗോരിതം നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ ആളുകൾ വായിക്കാൻ സാധ്യതയുള്ള, കൂടുതൽ ആളുകൾ ലൈക്ക് ചെയ്യുന്ന വിഷയങ്ങൾ, കൂടുതൽ വൈറൽ എന്നാണല്ലോ പറയുന്നത്, കൂടുതൽ വൈറാലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കാം അൽഗോരിതം ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അൽഗോരിതത്തിന് കൃത്യമായിട്ടുള്ളൊരു ബയസ് ഉണ്ട്. അൽഗോരിതം തീരുമാനിക്കുന്നത് അൽഗോരിതം രൂപകൽപ്പന ചെയ്യുന്നതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് തന്നെയാണ് അൽഗോരിതം പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് അൽഗോരിതം പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ വലതുപക്ഷ സ്വഭാവത്തിലുള്ള ഉള്ളടക്കങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഉള്ളടക്കങ്ങൾക്കായിരിക്കും സോഷ്യൽ മീഡിയ വഴി. ഇപ്പൊ ഞാൻ ആ രാഷ്ട്രീയത്തെ നിരാകരിക്കുന്ന ഒരാളായിരിക്കാം, ആ രാഷ്ട്രീയത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങളിലേക്ക് അൽഗോരിതം എത്തിക്കുന്നത് പലപ്പോഴും അത്തരം വിവരങ്ങളായിരിക്കാം. ഈ അൽഗോരിതം ബയസ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യം നമ്മൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ ലോകത്ത് മാധ്യമ മേഖലയിൽ നിൽക്കുന്ന ഒരു വലിയ ക്രൈസിസ് ആണത്. പക്ഷെ നമ്മളെല്ലാവരും ഈ മാധ്യമങ്ങളിലേക്ക് നമ്മളുടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളും ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യുന്നു, വാട്സപ്പ് വഴി ഷെയർ ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്യുന്നു. ഈ മൂന്നും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ വിവരങ്ങളല്ല ജനസമൂഹത്തിലേക്ക് കൂടുതൽ എത്തുന്നത്. കാരണം ഈ വിവരങ്ങൾ ജനസമൂഹത്തിലേക്ക് കൂടുതൽ എത്തണ്ട എന്ന് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് തീരുമാനിച്ചിരിക്കുന്നത് ആ അൽഗോരിതം രൂപകൽപ്പന ചെയ്ത ആളുകളാണ്. അപ്പോൾ ഇവിടെ എഡിറ്റർ എന്ന് പറയുന്നത് ഞാനല്ല തീരുമാനിക്കേണ്ടത് ഏത് വിവരമാണ് നമ്മളെ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എത്തേണ്ടത്. അൽഗോരിതം എഡിറ്ററായി മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. മാധ്യമങ്ങളിൽ എത്ര ഉള്ളടക്കങ്ങൾ നിങ്ങൾ നിർമ്മിച്ചാലും നിങ്ങളുടെ ഉള്ളടക്കങ്ങൾ ഏത് ആളുകളിലേക്ക് ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് ശരിക്കും അൽഗോരിതങ്ങളാണ്. ഞാനത് വളരെ സൂക്ഷ്മമായി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളീയത്തിന്റെ ഏത് ഉള്ളടക്കങ്ങളാണ് വായനക്കാരിലേക്ക് പോയിട്ടുള്ളത്, ഏത് ഉള്ളടക്കങ്ങളാണ് പല കാരണങ്ങളാലും ചവിട്ടി താഴ്ത്തിയിട്ടുള്ളതെന്ന് നിരീക്ഷിച്ച ശേഷം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു വലതുപക്ഷ സ്വഭാവമുണ്ട്. അപ്പോൾ ആ അൽഗോരിതങ്ങൾ, ഇത് എൻ്റെ നിരീക്ഷണത്തിൽ മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, ഇത് ലോകത്ത് പല ആളുകളും പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അൽഗോരിതങ്ങളാണ് ഇന്നത്തെ എഡിറ്റർമാർ. അൽഗോരിതങ്ങൾ എഡിറ്റർമാരായിട്ടുള്ളൊരു കാലത്ത് എങ്ങനെയാണ് നമ്മൾ മനുഷ്യയാതനകളെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, മനുഷ്യയാതനകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക? കാരണം യാതന എന്ന് പറയുന്നത് ഈ അൽഗോരിതങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. കാരണം അതിനൊരു വൈറാലിറ്റി ഇല്ല. യാതനയ്ക്ക് ഒരു തരത്തിലുള്ള വൈറാലിറ്റി ഇല്ല. യാതന ആളുകൾ ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത, ഒട്ടും എൻഗേജ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ് സഫറിംഗ് എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള വൈറാലിറ്റി ഇല്ലാത്തൊരു കണ്ടന്റാണ്. അപ്പോൾ മാധ്യമങ്ങൾ എന്ത് തീരുമാനിക്കും? വൈറാലിറ്റി ഇല്ലാത്ത കണ്ടന്റ് നമ്മൾ അധികം കൊടുക്കേണ്ട, നമുക്ക് കുറച്ചും കൂടെ വൈറലായ വിഷയം പിടിക്കാം എന്ന് തീരുമാനിക്കും. അപ്പോൾ പതിയെ ഒഴിവാക്കപ്പെട്ടു പോകുന്ന, പതിയെ നമ്മളുടെ മാധ്യമങ്ങളിൽ നിന്നും ഇല്ലാതായി പോകുന്ന ഒരു വിഷയമായിട്ട്, ഒരു വാക്കായിട്ട് സഫറിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സഫറിങ്ങിന് വൈറാലിറ്റി ഇല്ല. ഒരു അൽഗോരിതം എടുക്കില്ല. അൽഗോരിതത്തിന്റെ ഒരു 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 ചാനലിലൂടെയും സഫറിങ് കടന്നു പോവില്ല. തീരെ വൈറാലിറ്റി ഇല്ലാത്തൊരു വാക്കാണ് സഫറിങ്. ഞാൻ അത് വളരെയധികം പരീക്ഷിച്ചിട്ടുള്ള, പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്. തീരെ വൈറാലിറ്റി ഇല്ലാത്തൊരു വാക്കാണ് സഫറിങ്. അപ്പൊ നമ്മളുടെയൊക്കെ ശ്രദ്ധ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൊണ്ടുപോവുകയാണെന്ന്, അവിടേക്കാണ് ഞങ്ങളുടെ കണ്ടന്റിനെയും പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ള വലിയൊരു പ്രതിസന്ധിയുണ്ട്. അറ്റൻഷൻ എക്കോണമി എന്നുള്ള ഒരു വാക്ക് തന്നെ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അറ്റൻഷൻ എക്കോണമി. നമ്മുടെ ശ്രദ്ധയാണ് വിൽക്കപ്പെടുന്നത്. നമ്മുടെ ശ്രദ്ധ പല രീതിയിലും നമ്മളുടെ ശ്രദ്ധയെ അവർ ചോർത്തിക്കൊണ്ടുപോകുന്നു. ആ ശ്രദ്ധയെ അവർ പലതരത്തിലുള്ള പ്രോഡക്ട്സുകൾക്ക് വിൽക്കുന്നു. നമ്മുടെ ശ്രദ്ധയെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് എത്രയോ പ്രധാനപ്പെട്ട വാക്കാണ്. ശ്രദ്ധയിൽ നിന്നാണ് എല്ലാ തരത്തിലുള്ള അവബോധങ്ങളും എല്ലാ തരത്തിലുള്ള കരുതലുകളും ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ആ അറ്റൻഷനാണ് ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ്. അപ്പോൾ അതൊരു വലിയ ഒരു പ്രതിസന്ധിയാണ് ഞങ്ങളടക്കമുള്ള എല്ലാ മീഡിയ എക്കോസിസ്റ്റത്തിന് മുന്നിലും സൃഷ്ടിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വന്നതോടെ നമ്മുടെ അന്തരീക്ഷം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്, വലതുപക്ഷവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ അതിൻ്റെ വലിയ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മളെ ഉപയോക്താക്കളായ നമ്മളുടെ ശ്രദ്ധയെ പരസ്യ കമ്പനികൾക്ക് വിൽക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയകളെ കുറിച്ച് കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിനോട് ക്രിട്ടിക്കലായി എൻഗേജ് ചെയ്യാൻ, ഞാൻ ഇതിനോട് ഉപയോഗിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ക്രിട്ടിക്കലായി എൻഗേജ് ചെയ്യാൻ നമ്മൾ ശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വെറും നമ്മളെ ഒരു കൺസ്യൂമറാക്കി മാറ്റുന്ന തരത്തിലുള്ള ഇത്തരം
ഇത്തരം പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അറ്റൻഷൻ എക്കോണമി എന്താണെന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഡിജിറ്റൽ സ്പേസിലെ നമ്മുടെ ബിഹേവിയറിനെ ഇത്തരം കണ്ടന്റുകൾ, ഇത്തരം വൈറൽ കണ്ടന്റുകൾ വലിയ രീതിയിൽ മാറ്റിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കഴിഞ്ഞ ലക്കത്തിൽ കേരളത്തിൽ ഇപ്പം ശോഷൻ അബുഹോഫിനെ കുറിച്ച് അരവിന്ദാഷേട്ടനൊക്കെ എഴുതിയിരുന്നു. കൂടുതൽ അത്തരം കാര്യങ്ങൾ അറിയുന്ന വ്യക്തികളാണ് അവരെല്ലാം. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഒരു പേഴ്സുവേഷനെ, നമ്മളുടെ ഒരു പേഴ്സുവേഷനെ മാറ്റുന്നത്, നമ്മളെ പലപ്പോഴും സ്വാധീനം ചെലുത്തുന്നത് വൈറൽ കണ്ടന്റുകളായി മാറുമ്പോൾ വരുന്ന പ്രശ്നമുണ്ട്. നമ്മുടെ ബിഹേവിയർ ആ രീതിയിൽ മാറുന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വലതുപക്ഷ സ്വഭാവമുള്ള ഉള്ളടക്കങ്ങൾക്കാണ് കൂടുതൽ വൈറാലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബിഹേവിയർ, നിങ്ങൾ ഏത് തരത്തിലുള്ള രീതിയിൽ പാകപ്പെട്ട ആളാണെങ്കിൽ പോലും, നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ധാരയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ പോലും, നിങ്ങളുടെ ബിഹേവിയർ കൂടുതൽ വലതുപക്ഷവൽക്കരിക്കപ്പെടാനുള്ളൊരു സാധ്യത ഇത്തരം വൈറൽ കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ലോജിക്കൽ സ്റ്റഡിനെസ് ഉള്ള അവതരണങ്ങൾ അല്ലെങ്കിൽ ഫാക്ട്സ് ആയിരിക്കില്ല പലപ്പോഴും നമ്മളുടെ തീരുമാനങ്ങളെ നിശ്ചയിക്കുക. ഇത്തരം വൈറൽ കണ്ടന്റുകളായിരിക്കും, വലതുപക്ഷ സ്വഭാവമുള്ള വൈറൽ കണ്ടന്റുകളായിരിക്കും. ആ ഒരു മാറ്റത്തെ ഞാൻ ഭയക്കുന്നുണ്ട്. ആ ഒരു മാറ്റം ഇന്ത്യയിൽ വളരെ പ്രകടമാണ്. ആ ഒരു മാറ്റം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രകടമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല കണ്ടന്റുകളുടെയും സ്വഭാവം, അതിനകത്ത് വരുന്ന കമന്റുകളുടെ സ്വഭാവമൊക്കെ നോക്കിയാൽ അത്തരത്തിലുള്ള വളരെ പേടിപ്പെടുത്തുന്ന ഒരു വലതുപക്ഷവൽക്കരണം അവിടെ, ഈ ഇത്തരം വൈറൽ കണ്ടന്റുകൾ അത്തരം വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു ബിഹേവിയർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം അറ്റൻഷൻ എക്കോണമിയിൽ എഡിറ്റർ എന്ന് പറയുന്നത് ഞങ്ങൾ ആരുമല്ല. എഡിറ്റർ എന്ന് പറയുന്നത് അൽഗോരിതമാണ് ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അൽഗോരിതം ഏത് രീതിയിലും പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണ്. AI കൂടി വരുന്നതോടെ അത് പല രീതിയിലും രൂപകൽപ്പന ചെയ്യാനുള്ള അനന്തമായ സാധ്യതകളാണ് ഇത്തരം ഇതിനെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ 21ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ചോദ്യമല്ല. 20ാം നൂറ്റാണ്ടിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യം മാധ്യമങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം അൽഗോരിതങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. മറ്റേത് നമുക്ക് വിസിബിൾ ആയിരുന്നു 20ാം നൂറ്റാണ്ടിൽ. നമ്മളെ നിയന്ത്രിക്കുന്നത് ഭരണകൂടമാണ്. ഈ ഭരണകൂടത്തിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നു. ഈ ഭരണകൂടത്തിനോട് നമ്മൾ നമ്മളുടെ ആർഗ്യുമെന്റുകൾ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ 21ാം നൂറ്റാണ്ടിലെ ക്രൈസിസ്, ഈ അൽഗോരിതങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത്? കേരളത്തിന്റെ ഉള്ളടക്കങ്ങൾ എന്തുകൊണ്ട് ഫേസ്ബുക്കിലൂടെ മുന്നോട്ട് പോകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ല? ഇതാരാണ് നിയന്ത്രിക്കുന്നത് നമുക്കറിയില്ല. അൽഗോരിതങ്ങളെ നിയന്ത്രിക്കുന്ന ആ ശക്തിയെ ഇൻവിസിബിൾ ആണ്. അതൊരു ആഗോള ശക്തി കൂടിയാണ്. നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ വലുതാണത് എന്നുള്ള ഒരു ക്രൈസിസ് കൂടി ഈ ഇന്നത്തെ ഞങ്ങളെപ്പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം കൂടി, അതെൻ്റെ ഒരു ഒബ്സർവേഷനാണ്, ഒരുതരം ഇമോഷണൽ ഡിസെൻഗേജ്മെന്റ് കൂടി ഇത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരം ഓവർ ക്രൗഡിനെസ് കാരണം സംഭവിക്കുന്ന ഒരു കാര്യം, കുറേ കണ്ടന്റുകൾ നമ്മളുടെ ഫീഡിലേക്ക് വരുന്നു. ഇപ്പം നമ്മൾ ഇവിടുന്ന് പോയ ശേഷം നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ വന്ന കുറേ കണ്ടന്റുകൾ, പലതരത്തിലുള്ള വാർത്തകൾ, ചിലപ്പോൾ ബജറ്റിന്റെ വാർത്തകൾ ഉണ്ടാകാം, അതിനിടയ്ക്ക് വേറൊരു പത്രസമ്മേളനം നടത്തിയ വാർത്ത ഉണ്ടാകാം, പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു, ദേശീയ വാർത്തകൾ ഉണ്ടാകാം, ചിലപ്പോൾ ശിവസേന പിളർന്നിട്ടുണ്ടാകാം. ഇപ്പം ഇങ്ങനെ പല വാർത്തകൾ ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നു. ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളുടെ മുന്നിലേക്ക് വരുന്നു ഈ ഫോണിലൂടെ. ഒപ്പം കുറേ പേഴ്സണൽ മെസ്സേജ് ഉണ്ടാവും. നമുക്ക് വന്നിട്ടുള്ള പല പേഴ്സണൽ മെസ്സേജസും ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഓവർലോഡിൽ സംഭവിക്കുന്ന ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരുതരം ഡിസെൻഗേജ്മെന്റ് ആണ്. നമ്മൾ ഒന്നിനോട് എൻഗേജ് ചെയ്യാത്തൊരു അവസ്ഥ സൃഷ്ടിക്കുന്നില്ലേ, ഒരു ഇമോഷണൽ ഡിസെൻഗേജ്മെന്റ് സൃഷ്ടിക്കുന്നില്ലേ എന്ന് ചില സ്ഥലങ്ങളിൽ ഞാൻ അത്തരം ചില ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കാണുന്നു, പക്ഷേ ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റാത്ത തരത്തിൽ, എന്തിനോടാണ് പ്രതികരിക്കേണ്ടതെന്നുള്ള ഒരു വ്യക്തത കിട്ടാത്ത തരത്തിൽ ഒരു സുനിശ്ചിതത്വം നമുക്ക് നഷ്ടപ്പെടുന്നു, ഒരു അനിശ്ചിതത്വം നമ്മളുടെ മുന്നിൽ ഉണ്ടായി വരുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടി ഈ സോഷ്യൽ മീഡിയ ബിഹേവിയറിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഒരു ഷിഫ്റ്റ് ഫ്രം ഒരു കൊഹറൻസ് ടു ഫ്രാഗ്മെന്റേഷൻ എന്നുള്ളൊരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തതയിൽ നിന്ന് ഒരു ചിതറലിലേക്കാണ് നമ്മൾ കുറേ കണ്ടന്റുകൾ കാണുമ്പോൾ പോകുന്നത്. ഇതിൽ ഏത് കണ്ടന്റാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്, ഏതാണ് വായിക്കേണ്ടത് എന്നുള്ള വ്യക്തതയില്ല, ഒരു കൊഹറൻസ് ഇല്ല. പകരം ഒരു ഫ്രാഗ്മെന്റേഷനാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിസരത്തിലാണ് നമ്മൾ ഈ യാതനകളെ തുറന്നു കാണിക്കുന്ന മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് അന്വേഷിക്കേണ്ടത്. ഒരു വശത്ത് മാറിയ ഭരണകൂടം, മാറിയ സിവിൽ സൊസൈറ്റി, മറുവശത്ത് അൽഗോരിതങ്ങൾ നിയന്ത്രിക്കുന്ന നവമാധ്യമ ലോകം. ഈ മൂന്നിനോടും എങ്ങനെ എൻഗേജ് ചെയ്യുക എന്നുള്ളത്, ഈ മൂന്നിനോടും എങ്ങനെ സമ്മതിക്കുക, മൂന്നിനോടും എങ്ങനെ ഇടപെടുക എന്നുള്ളത് യാതനകൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ നിരാശാജനകമായ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ എന്താണ് പരിഹാരം എന്നുള്ളത് എന്നെക്കുറിച്ച് പറയുമ്പോൾ
ഞാൻ കുറച്ചും കൂടി അതിൻ്റെ ഒരു സാധ്യത ഈ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം പോലുള്ള സ്ഥലങ്ങളിലാണ് കാണുന്നത്. കാരണം അത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ വളരെ മികച്ച ഒരു മാതൃകയാണ് ആയിട്ടാണ് ഞാൻ പാലിയേറ്റീവ് സൊസൈറ്റി കാണുന്നത്. കാരണം അതിനകത്തൊരു ഇത്രയും സജീവമായിട്ട് വോളണ്ടറി വർക്ക് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനിടയിലില്ല. അതിനു മുമ്പ് സന്നദ്ധ പ്രവർത്തനത്തിന്റെ ധാര പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതല്ല, വായിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പല വിഷയങ്ങളിലും സന്നദ്ധ പ്രവർത്തനത്തിന്റെ ശക്തമായ ധാര കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സന്നദ്ധ പ്രവർത്തനത്തിന്റെ ധാര ഏറ്റവും ശക്തമായി നടക്കുന്നത് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിലാണ്. എത്രയോ വോളണ്ടിയേഴ്സ് ആണ് പാലിയേറ്റീവ് കെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു ശക്തി തീർച്ചയായിട്ടും പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിന് കൈവന്നിട്ടുമുണ്ട്, വോളണ്ടിയർ പ്രവർത്തനങ്ങളുടെ ഒരു ശക്തി. അതുപോലെ തന്നെ ഒരു സന്നദ്ധ പ്രവർത്തനം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള, യാതനകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടിയും രൂപപ്പെട്ടു വന്നാൽ മാത്രമേ ഞാനീ പറഞ്ഞ ക്രൈസിസുകളൊക്കെ നമുക്ക് മറികടക്കാനുള്ളൊരു സാധ്യതയുള്ളൂ. അത്തരത്തിലുള്ളൊരു ഇൻഡിപെൻഡന്റ് മീഡിയ എക്കോസിസ്റ്റം രൂപപ്പെടണം എന്നുള്ളത് ഒരുപക്ഷെ കേരളീയം അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ പോലും പല രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മളൊരു മീഡിയ മാത്രമല്ല, നമുക്ക് പലതരത്തിലുള്ള എക്സ്റ്റൻഷൻസ് ഉണ്ട്. നമ്മൾ പാലിയേറ്റീവ് സൊസൈറ്റി പോലുള്ള പ്രസ്ഥാനങ്ങളോടൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു പല സമര പ്രസ്ഥാനങ്ങളോടൊപ്പം, സാമൂഹ്യ പ്രസ്ഥാനങ്ങളോടൊപ്പം കൈകോർത്തുകൊണ്ട് നമ്മളൊരു ഡിജിറ്റൽ പ്രസൻസ് മാത്രമല്ല, നോൺ ഡിജിറ്റൽ പ്രസൻസും, ഒരു വിർച്വൽ ആയിട്ടുള്ള പ്രസൻസ് മാത്രമല്ല, അല്ലാതെ നേരിട്ടുള്ള മനുഷ്യ ഇടപെടലുകൾ നമ്മൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ മനുഷ്യർ പരസ്പരം കൈകോർക്കുന്ന സന്നദ്ധ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ടായാൽ മാത്രമേ ശരിക്കും ഇൻഡിപെൻഡന്റ് ജേർണലിസത്തിനും ശക്തിപ്പെടാൻ കഴിയുകയുള്ളൂ. അതിനൊരു മികച്ച മാതൃകയാണ് ശരിക്കും ഈ പറയുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, വോളണ്ടറി പ്രവർത്തനങ്ങൾ. ആ വോളണ്ടറി പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തന മേഖലയിലൂടെ ഉണ്ടാകട്ടെ എന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പാലിയേറ്റീവിന്റെ പ്രവർത്തനം കാണുമ്പോൾ. അതായിരിക്കാം ഒരുപക്ഷെ ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ശക്തമായിട്ടുള്ള മാതൃകകൾ മറ്റു മേഖലകളിലേക്കും ഉണ്ടായി വരിക എന്നുള്ളതായിരിക്കാം ഈ ക്രൈസിസിനെ മറികടക്കാനുള്ള ഒരു മാർഗമായിട്ട് അത് മാത്രമേ ഞാൻ മുന്നിൽ കാണുന്നുള്ളൂ. അതിലൂടെ ഉണ്ടാകുന്ന ഒരു മീഡിയ എക്കോസിസ്റ്റം, ഇൻഡിപെൻഡന്റ് മീഡിയയ്ക്ക് കുറച്ചും കൂടി സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റം ആയിരിക്കാം. ഞാൻ ഒരു ഒറ്റ വാചകം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. പുലിസ്തർ പുരസ്കാരം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ജോസഫ് പുലിസ്തർ എന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് പുലിസ്തർ പുരസ്കാരം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ മാധ്യമ സ്ഥാപനം യെല്ലോ ജേർണലിസം അടക്കം ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനമാണ്. പക്ഷെ എന്നാൽ പോലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കമാണ്. എന്നാൽ പോലും ഇൻഡിപെൻഡന്റ് ജേർണലിസത്തെ കുറിച്ചും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെ കുറിച്ചൊക്കെ നല്ല സങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ജോസഫ് പുലിസ്തർ. അദ്ദേഹമാണ് കൊളംബിയ സ്കൂൾ ഓഫ് ജേർണലിസത്തിന് തുടക്കമിടുന്ന ഒരു വ്യക്തി കൂടി. അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തുള്ള ഏറ്റവും മികച്ച മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കൊളംബിയ സ്കൂൾ ഓഫ് ജേർണലിസം ആരംഭിക്കുന്നത്. അത് ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് നോർത്ത് അമേരിക്കൻ റിവ്യൂ എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ ആൾ എഴുതിയ ഒരു കുറിപ്പിൽ പറഞ്ഞിരുന്ന ഒരു വാചകം പറഞ്ഞുകൊണ്ട് നിർത്താം. ആ കുറിപ്പ് ആദ്യം ആള് ഹാവാർഡ് യൂണിവേഴ്സിറ്റിക്കാണ് കൊടുത്തത്. ഹാവാർഡും ഒരുപാട് ലിബറലുകൾ ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷേ ഹാവാർഡ് ആ പ്രപ്പോസൽ സ്വീകരിച്ചില്ല. ഹാവാർഡിലാണ് പിന്നീട് ഈ സുക്കർബർഗ് ഒക്കെ പഠിച്ചത്. ഹാവാർഡ് കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ കോപ്പി ആയിരുന്നു ശരിക്കും ഫേസ്ബുക്ക്. ആ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ സുക്കർബർഗിനെ ഏൽപ്പിച്ചു. ആ ആശയം അദ്ദേഹം കോപ്പി അടിച്ചു. എന്നിട്ട് ഫേസ്ബുക്കിലിരുന്ന് നമ്മൾ പലതരത്തിലുള്ള കോപ്പികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷെ എന്നാലും ഹാവാർഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു ജോസഫ് പുലിസ്തർ ആദ്യം സമീപിച്ചത്. അവരത് ഏറ്റെടുത്തില്ല. കൊളംബിയ യൂണിവേഴ്സിറ്റി പിന്നീട് അത് ഏറ്റെടുത്തു. അത് കൊളംബിയൻ ജേർണലിസം സ്കൂളായിട്ട് മാറി. അദ്ദേഹത്തിന് കൊടുത്ത പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിക്കൽ ജേർണലിസത്തെ കുറിച്ചിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, ഒരു പ്രാക്ടിക്കൽ ഫ്രെയിംവർക്കും ഒക്കെ അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വായിച്ചുകൊണ്ട് ഞാൻ നിർത്താം. നിന്ദ്യവും പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതും അഴിമതി നിറഞ്ഞതുമായ മാധ്യമ പ്രവർത്തനം ഒടുവിൽ അതുപോലെ അധപ്പതിച്ച ഒരു ജനതയെ സൃഷ്ടിക്കും. നിന്ദ്യവും പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതും അഴിമതി നിറഞ്ഞതുമായ മാധ്യമ പ്രവർത്തനം ഒടുവിൽ അതുപോലെ അധപ്പതിച്ച ഒരു ജനതയെ സൃഷ്ടിക്കും. നന്ദി.